ഒലിമയിൽ അത്ഭുതത്തിൻ്റെ മാധുര്യം, കേൾക്കുന്ന മനസ്സുകളിൽ തൃപ്തിയുടെ പൂർണ്ണത, എന്നും ഓർമ്മിക്കാൻ മനസ്സിൽ സൂക്ഷിക്കാൻ സുന്ദരമായ പ്രഭാഷണവുമായി വേദിയിൽ ബഹുമാനപ്പെട്ട ബാദുഷ അസ്സരി മുണ്ടൂർ അവർകളെ തികഞ്ഞ ആദരവോടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الموجود بكل زمان، المعروف بكل إحسان، المعبود بكل مكان، المذكور بكل لسان. لا إله إلا الله الأمان الأمان من زوال الإيمان ومن شر الشيطان ومن ظلم السلطان. يا كديم الإحسان، يا غفور يا غفار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم: أدبوا أولادكم على ثلاث خصال: حب نبيكم وحب أهل بيتي وقراءة القرآن. شفيعنا رسول الله صلى الله عليه وسلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى
يا واسع الكرم مولاي صل وسلم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സുബിലോക സ്വർഗത്തിൽ ഇതിലേറെ സന്തോഷത്തിലും റാഹത്തിലുമായി അള്ളാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ആമുഖമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ കമ്മിറ്റി ഭാരവാഹികൾ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അവറുകൾ, ആമുഖ ഭാഷണം നടത്തിയ സയ്യിദ് അവറുകൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം രണ്ട് ലോകത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, സ്നേഹിച്ചവർ, സഹായിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം പ്രഭാപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നല്ലൊരു സദസ്സ് കങ്കോൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി സംഘടിപ്പിച്ചു വരുന്ന മതവിജ്ഞാന സദസ്സിന്റെ രണ്ടാം സുദിനമായ ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ എത്തിച്ചേരാനും നിങ്ങളെ കാണുവാനും നിങ്ങളോട് ചില നിർദ്ദേശങ്ങൾ തരുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, കാലത്തിന്റെ പോക്കനുസരിച്ചുകൊണ്ട് കാലോചിതമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് നല്ല പിതാവിൻ്റെ നല്ല പുത്രി എന്നുള്ളൊരു വിഷയമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു പറയാനുള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആരാണ് യഥാർത്ഥത്തിൽ നല്ല പിതാവ്? നമ്മുടെ നേതാവായ ഹബീബായ ലോകത്തിന്റെ നേതാവായ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഏറ്റവും നല്ല പിതാവ്. ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന്റെ മുമ്പ് മഹദിയാകുന്ന ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ. ആരാണ് ആമിന ബീബി? ആരാണ് ആമിന ബീബി? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ. ആ ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കാൻ വേണ്ടി അബ്ദുള്ള എന്നവർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ അതാ അബ്ദുള്ള, വളരെ ചരിത്രം വളരെ വിശാലമാണ്, ചുരുക്കുകയാണ്. അങ്ങനെ അബ്ദുള്ള ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുകയാണ്. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പിതാവ് വഹബ് എന്നവര് പറയുകയാണ്, കുറച്ച് ദിവസം എന്താകണം, 3 ദിവസം കല്യാണം കഴിഞ്ഞിട്ടുള്ള 3 ദിവസം എന്റെ വീട്ടിൽ കഴിയണം. വല്ലാത്ത ധനാഢ്യനായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞു. 3 ദിവസം അതാ വഹബിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ആദിരാത്രിയും തുടർന്നുള്ള 2 ദിവസങ്ങളും ഇങ്ങനെ അവിടെ ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ഏറെക്കുറെ 2 മാസം കഴിഞ്ഞപ്പോ, അൽഹംദുലില്ലാഹ്, അതാ അവിടുന്ന് അബ്ദുള്ള എന്നവരതാ ഷാമിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറാകുകയാണ്. തന്റെ കൂട്ടുകാരങ്ങ് കടന്നു വന്നിട്ട് അബ്ദുള്ളാനോട് പറയുന്നു, അബ്ദുല്ലാ, കല്യാണമെല്ലാം കഴിഞ്ഞല്ലോ അബ്ദുള്ള, അതുകൊണ്ട് ഇനി ഒരുപാട് ചെലവുകളെല്ലാം വരുന്നതാണല്ലോ, അതുകൊണ്ട് നമുക്ക് കച്ചവടത്തിന് വേണ്ടി പോകേണ്ടേ അബ്ദുള്ള. അബ്ദുള്ള അതാ ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തു മഹദിയാകുന്ന ആമിന ബീബി റളിയല്ലാഹു തആല അൻഹയോട് സമ്മതം ചോദിക്കുന്നു. ആമിന,
നിന്നെ ഒറ്റക്കാക്കിയിട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ആമിന. അതുകൊണ്ട് നീ സമ്മതം തരികയാണെങ്കിൽ ആമിന, നാം ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോകും ആമിന. അങ്ങനെ യഥാ അബ്ദുല്ലാഹ് ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ സമ്മതം കൊടുക്കുകയാണ്. സമ്മതം കൊടുത്തെന്ന് മാത്രമല്ല, ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് അബ്ദുല്ലാഹ് പോകുകയാണ്. അബ്ദുള്ള പോയെന്ന് മാത്രമല്ല, അബ്ദുള്ള അവിടുന്ന് ആമിന ബീബിയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, ആമിന, കച്ചവടത്തിന് പോയിട്ടു അവിടത്തെ കച്ചവടം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വരും ആമിന എന്ന് ആമിന ബീബിയുടെ കൈ പിടിച്ചുകൊണ്ടങ്ങ് പറയൂ. ആമിന ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ കച്ചവടത്തിന് പോയി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അബ്ദുള്ള അവിടുന്ന് 2 മാസം കഴിഞ്ഞിട്ടാ തിരിച്ചു വരുന്നത്. ആ സമയത്ത് അതാ അവിടുന്ന് ആരോ വിളിച്ചു പറയുകയാണ്. അവിടുന്ന് ആരോ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. എന്തേ വിളിച്ചു പറയുന്നതെന്നറിയോ? ഷാമിലേക്ക് കച്ചവടത്തിന് പോയ ആളുകളതാ കച്ചവടം കഴിഞ്ഞ് തിരികെ എത്തിയിട്ടുണ്ട്, തിരികെ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവാകുന്ന അബ്ദുള്ള ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. അവിടുന്ന് ആളുകളെ പറയുകയാണ്, ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന കൂട്ടത്തിൽ നിന്നതാ അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ദാറുന്നാബിആ എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ അബ്ദുല്ലാഹ് ഇങ്ങനെ പണി ബാധിക്കുകയാണ്, പണി ഇങ്ങനെ പിടിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ പനി ബാധിച്ചുകൊണ്ട്, ആ രോഗം ബാധിച്ചുകൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിടവാങ്ങിപ്പോയി. ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞിട്ട് വരുന്ന ആളുകളെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. ആമിന ബീവി തന്റെ ഭർത്താവാകുന്ന അബ്ദുല്ലാനെ ഇങ്ങനെ നോക്കുമ്പോ അബ്ദുല്ലാനെ കാണാനില്ല. അവിടുന്ന് ചോദിക്കുകയാണ്, ഐന അബ്ദുള്ള, ഐന അബ്ദുള്ള, എവിടെയാണ് അബ്ദുള്ള എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, ദാറുന്നാബിആ എന്ന സ്ഥലത്തെത്തുമ്പോ അബ്ദുല്ലാഹ്ക്ക് രോഗം ബാധിക്കുകയോട്. അതുകൊണ്ട് അബ്ദുല്ലാനെ ദാറുന്നാബിആ എന്ന് പറയുന്ന സ്ഥലത്തതോ അബ്ദുല്ലാനെ മറവ് ചെയ്തു പോയി. ഇതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട ഒരേ ഒരു ഗുണപാഠം എന്തെന്നറിയൂ? നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതാവാകുന്ന ആമിന ബീബി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അബ്ദുല്ലാനെ. എന്തിനാ കാത്തു നിൽക്കുന്നെന്നറിയുമോ? ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടു, ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടു ആമിന ബീബി കാത്തു നിൽക്കുകയോട്. അബ്ദുള്ള 2 മാസത്തേക്ക് ഷാമിലേക്ക് കച്ചവടത്തിലേക്ക് പോയ സമയമുണ്ടല്ലോ, ആ സമയത്ത് അതാ മഹദി ആമിന ബീബിക്ക് 2 മാസത്തോളം മെനസസ് ഉണ്ടായിട്ടില്ല, ഹൈലുണ്ടായിട്ടില്ല. കാരണം എന്തെന്നറിയുമോ? മഹദി ആമിന പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. ആമിന ബീബി ഗർഭിണിയായിരിക്കുകയാണ്. ഏതൊരു പെണ്ണിന്റെയും ഒരു ആഗ്രഹമാണല്ലോ, കല്യാണം കഴിച്ചു കഴിഞ്ഞാ പിന്നെ അവളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണല്ലോ ഒരു കുഞ്ഞിക്കാല് കാണുക എന്നുള്ളത്, ഒരു ഉമ്മയാകുക എന്നുള്ളത്. അങ്ങനെ അതാ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ആമിന ബീബി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാ
ദാറുന്നാബിയിൽ വെച്ചുകൊണ്ട് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറഞ്ഞ വാർത്ത അറിയുന്നത് ആമിന ബീബി തന്റെ വയറ്റേക്ക് കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ആമിന ബീബി അവിടെ നിന്ന് പറഞ്ഞു വെച്ച റബ്ബേ, ഇനി ആർക്ക് വേണ്ടിയാ ഈ മോനെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കും, ഈ കുട്ടിയെ ഞാൻ എന്റെ വയറ്റിൽ ചുമക്കുന്നത് എന്ന് ആമിന ബീബി ഇങ്ങനെ പറയവേ, ആ മോൻ ആരെന്നറിയുമോ? ഈ ലോകം തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അത് തന്നെയല്ലേ പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ലോകത്തുള്ള എല്ലാവർക്കും അനുഗ്രഹനായിട്ടാണ് നബിയെ അങ്ങയെ നാം അയച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ആമിന ബീവി വയറ്റേക്ക് കയ്യിൽ വെച്ചുകൊണ്ട് പറയാണ്, ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ചുമക്കുന്നത്? ആ കുഞ്ഞാണ് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണ് ലോകത്തിലെ ഏറ്റവും നല്ല പിതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പിതാവ് വളർത്തിക്കൊണ്ടുവന്ന മോളാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. എന്തിനാണ് ഈ മഹദിമാരുടെ വിഷയം, എന്തിനാണ് പ്രവാചകന്മാരുടെ വിഷയം പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദിബു ഔലാദകും അലാ സലാസ ഖിസാൽ. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ 3 കാര്യങ്ങളുടെ മേൽ നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്, മര്യാദ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് സ്വഹാബത്ത് ചോദിച്ചത്ര, നബിയെ ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ്, ഹുബ്ബു നബിയക്കും, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കൊടുക്കണം സ്വഹാബാ, നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വ ഉബ്ബു അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിനെ പറ്റിയിട്ട്, സയ്യിദന്മാരെ പറ്റിയിട്ട്, അഹ്ലു ബൈത്തിനെ പറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളൊക്കെ പറഞ്ഞു കൊടുക്കണേ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടുത്തെ കരളിന്റെ കഷണമായ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, ഫാത്തിമത്തു ഖിത്വത്തു ഖബ്ദി, ഫാത്തിമ എന്റെ കരളിന്റെ കഷണമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൂന്നാമതായി നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ വിഷയത്തിലേക്ക് തന്നെ ഞാൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ്, വമൻ അഹബ്ബഹാ ഫഖദ് അഹബ്ബനി, ആരെന്റെ ഫാത്തിമയെ ഇഷ്ടപ്പെട്ടുവോ അവരെന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ. വമൻ അഹബ്ബഹാ, ആരെന്നെ ഇഷ്ടപ്പെട്ടു ഫഖദ് അഹബ്ബനി, അവരെന്നെ ഇഷ്ടപ്പെട്ടതുപോലെയാണെന്നു ലോകത്തിന്റെ ഗുരുവേ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, വമൻ അബഗള ഫഖദ് അബഗളനി, ആരെന്റെ ഫാത്തിമയെ വെറുത്തുവോ, ആരെന്റെ ഫാത്തിമയെ വെറുത്തുവോ അവർ എന്നെ വെറുത്തതുപോലെയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരെയൊക്കെ മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടക്കുന്ന സ്വർഗ്ഗത്തിലേക്ക് ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ
ഉപ്പമാരെ, ഇവിടെ കൂടിയ ഉപ്പമാരെ, ഇവിടെ കൂടിയ ഉമ്മമാരെ, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾക്കൊരു സ്വർഗം നൽകണേ അല്ലാഹ്. അവിടെ കടക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ പ്രധാനപ്പെട്ട 2 സന്തോഷങ്ങൾ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ 2 പ്രധാനപ്പെട്ട സന്തോഷങ്ങൾ നടക്കുകയാണ്. മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ജീവിതത്തിലേക്ക് 25-ാം വയസ്സിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വരലിലൂടെ ഒരു സന്തോഷം, ഇങ്ങനെ സന്തോഷം, വല്ലാത്തൊരു സന്തോഷം കിട്ടുകയാണ്. അതുകൂടാതെ മഹാന്മാര് പറയുകയാണ്, മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 35-ാമത്തെ വയസ്സിൽ 2 സന്തോഷങ്ങൾ അവിടെ നിന്ന് ഉണ്ടാവുകയാണ്. ഒന്നാമത്തെ സന്തോഷം എന്തെന്നറിയുമോ? പുനർനിർമ്മാണം ചെയ്ത കഅബ. ആ കഅബയിൽ എവിടെയാണ് അജറുൽ അസ്വദ് വെക്കുക എന്നുള്ള തർക്കം വന്നപ്പോ ആ അജറുൽ അസ്വദ് വെച്ചത് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതിന്റെ ഇടയിലെല്ലാം കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടെല്ലാം ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. പെട്ടെന്ന് തന്നെ ഇൻഷാ അല്ലാഹ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ യൗവനം വരെ നമ്മൾ വളരെ ഷോർട്ടാക്കിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ ഇതാ ഒന്നാമത്തെ സന്തോഷം അതാണ്. രണ്ടാമത്തെ സന്തോഷം ഏതെന്നറിയുവോ? മഹദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതത്തിൽ, അതാ ദാമ്പത്തിക ജീവിതത്തിൽ അല്ലാഹുവിന്റെ റസൂലും ഖദീജ ബീബിയും കഴിഞ്ഞുകൂടുന്ന ജീവിതത്തിലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന 4ാമത്തെ പുത്രിയാകുന്ന മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴിലൂടെയാണ് 2ാമത്തെ സന്തോഷം. അതായത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയദാ അവിടുത്തെ ദാമ്പത്തിക ജീവിതത്തിൽ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുകയാണ്. 1ാമത്തെ കുഞ്ഞാണല്ലോ സൈനബ റളിയല്ലാഹു തആല അൻഹ. 2ാമത്തെ മോളാണല്ലോ റുഖയ്യ. 3 ഉമ്മു കുൽസൂ. 4 മഹദി ഫാത്തിമ. ഈ 3 ഇത്താത്തമാർക്കും ഫാത്തിമ ബീബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, വല്ലാത്ത മുഹബ്ബത്തായിരുന്നു. കാരണം എന്തെന്നറിയുമോ? ഉപ്പയാകുന്ന ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് അത് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയാണ്. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുക, ഖദീജ. ആരാ ഖദീജ ബീബി എന്നറിയില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ഭാര്യയുടെ സ്നേഹം കൊടുത്ത, ഒരു ഉമ്മയുടെ സ്നേഹം കൊടുത്ത, ഒരു കൂട്ടുകാരിയുടെ സ്നേഹം കൊടുത്ത, ഒരു ലാലനം കൊടുത്ത, ഒരു വേദനയും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ ഹബീബിനെ കൂടെ കൂട്ടിയ ഖദീജ. ആ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അവിടുത്തെ ദാമ്പത്തിക ജീവിതത്തിലെ 4ാമത്തെ സന്താനമാകുന്നു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കവേ ആ സമയത്താണത്രേ വാനലോകത്തിൽ നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുവത്രേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഫാത്തിമക്ക് ഫാത്തിമ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്തറിയുമോ? ഫസുമ്മിയതു ഫാത്തിമ. ഫാത്തിമക്ക് ഫാത്തിമ എന്ന് പേര് വെക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ സമയത്താണ് വാനലോകത്തിൽ നിന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ടു അല്ലാഹുവിന്റെ വഹയുമായി കടന്നു വന്നിട്ട് പറഞ്ഞു വത്രേ, യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ ഓർഡറാണ് നബിയേ, ആ മോൾക്ക് നിങ്ങൾ ഫാത്തിമ എന്ന പേര് വെക്കണേ നബിയോ. അതുകൊണ്ടല്ലേ മഹദി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറയുകയാണോ, മാ റഅയ്തു അഹദി, ഞാൻ ഒരാളും ഇന്നവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്, പക്ഷേ മാ റഅയ്തു അഹദി, ഇന്നേവരെ ഫാത്തിമാനെ പോലൊരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം എന്തെന്നറിയൂ, ഫീ ഖിയാമിഹാ, ഫാത്തിമാന്റെ നൃത്തം ഹബീബ്, ലോകത്തിന്റെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൃത്തം പോലെയാണ്. വഖൂദിഹാ, ഫാത്തിമ ബീബി ഇരുന്നു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് ഇരിക്കുന്നത് പോലെയാണ്. ഫാത്തിമ ബീബി ഒന്ന് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഹബീബായ തങ്ങളെ പുഞ്ചിരിക്കുന്നത് പോലെയാണ്. ഫാത്തിമ ബീബി ഒന്ന് നടന്നു കഴിഞ്ഞാൽ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ ഹബീബിന്റെ അതേ കോപ്പി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുന്നത് പോലെയാണ് അത്രേ ഫാത്തിമയുടെ ഇരുത്തം. അള്ളാന്റെ ഹബീബിന്റെ പുഞ്ചിരി പോലെയാണ് അത്രേ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുഞ്ചിരി. മാത്രവുമല്ല റസൂലുള്ളാഹിയുടെ അതേ രൂപവും അതേ നടത്തവും അതേ ഇരുത്തവും അത് ബാക്കി വരുന്ന 3 മക്കൾക്കും കിട്ടിയിട്ടില്ല. അതായത് സൈനബക്ക് കിട്ടിയിട്ടില്ല, റുഖിയക്ക് കിട്ടിയിട്ടില്ല, ഉമ്മു കുൽസൂമിന് കിട്ടിയിട്ടില്ല. അത് അവിടുത്തെ ദാമ്പത്യ ജീവിതത്തിലെ 4ാമത്തെ സന്താനമായ മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരാ പറയുന്നത്, മഹദി ആയിഷ, മാ റഅയ്തു അഹദി, വരെ ഞാൻ ഫാത്തിമയെ പോലൊരു പെണ്ണിനെ കണ്ടിട്ടില്ല. കാരണം റസൂലുള്ളാഹിയുടെ മോൾ എന്ന് പറയുമ്പോ അള്ളാന്റെ ഹബീബിന്റെ പുഞ്ചിരി പോലെയുള്ള പുഞ്ചിരി, അള്ളാന്റെ ഹബീബിന്റെ നടത്തം പോലെയുള്ള നടത്തം, അള്ളാന്റെ ഹബീബിന്റെ സംസാരം പോലെയുള്ള സംസാരം. ചിലവര് പറയില്ല വാപ്പക്കൊത്ത മകള്, വാപ്പാന്റെ അതേ ചായ്പ് വരുന്ന മോളെന്ന് നമ്മൾ പറയുന്നത് പോലെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ പ്രകൃതിയായിരുന്നു മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മൾ റോൾ മോഡൽ ആക്കേണ്ടത് അത് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയാണ്. സീരിയൽ നടിമാരെയോ സിനിമാ താരങ്ങളെയോ അല്ല, നമ്മളുടെ മുമ്പ് മുൻകഴിഞ്ഞു പോയ മഹദിമാർ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ ഇവിടെ കാണിച്ചു തന്നിട്ടാണ് നമ്മുടെ മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. അവരെയാകണം നാം റോൾ മോഡൽ ആക്കേണ്ടത്. അല്ലാഹുവേ, മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉമ്മമാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 4 വയസ്സിങ്ങനെ പിന്നിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഓരോ യാത്ര ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അതാ ഇറാ ഗുഹയിൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ദാന തപസ്സിരിക്കുകയാണ്. അവിടെ ഇബാദത്ത് ചെയ്തു പോയി. ഇടയ്ക്കിടെ മഹദിയാകുന്ന ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തേക്ക് മഹദിയാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു വന്നിട്ടു ഉമ്മയാകുന്ന ഖദീജനോട് ചോദിക്കുമത്രേ, ഉമ്മാ എവിടെ, ഉപ്പ എവിടെ ഉമ്മ? ആ സമയത്ത് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് പറഞ്ഞു വത്രേ, മോളെ, ഉപ്പച്ചി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാ തിരികെ വരും മോളെ.
അങ്ങനെ അള്ളാന്റെ ഹബീബിന് 40 വയസ്സ് തികയുകയാണ്, നുബൂവത്ത് ലഭിക്കുകയാണ്. ഫാത്തിമ ബീബിക്ക് 5 വയസ്സ് തികയുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ ശക്തിപ്പെടുകയാണ്, ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ ശക്തിപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കാണുന്നത് എന്തെന്നറിയോ? പിന്നീട് ഫാത്തിമ ബീബി കാണുന്നത് എന്നറിയോ? തന്റെ ഇത്താത്തമാരുടെ വിവാഹം കഴിയുകയാണ്, തന്റെ ഇത്താത്തമാരുടെ വിവാഹം കഴിയുകയാണ്. ആദ്യമായി സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വിവാഹം കഴിയുകയാണ്. അബുൽ ഹാസ് എന്ന് പറയുന്ന ആള് സൈനബ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചുപോയി. ബാക്കി വരുന്ന 2 ഇത്താത്തമാരാകുന്ന ഒന്ന് റുഖയ്യ, ഉമ്മു കുൽസൂ, അവിടത്തെ 2 പെൺമക്കള് അതാ അബൂലഹബിന്റെ 2 മക്കള് വിവാഹം കഴിച്ചുപോയി. അള്ളാന്റെ ഹബീബിന് 40 വയസ്സ് തികയുകയാണ്. അവിടുന്ന് ഇസ്ലാമിന്റെ പ്രബോധനം ഇങ്ങനെ ശക്തിപ്പെടുകയാണ്. ആ സമയത്താണ് അവിടുന്ന് അബൂലഹബ് അവിടുന്ന് 2 മക്കളോട് പറയുകയാണ് അത്രേ. എന്താണ് അബൂലഹബ് പറഞ്ഞതെന്നറിയോ? റുഖയ്യയെയും ഉമ്മു കുൽസുമിനെയും വിവാഹം കഴിച്ച തന്റെ മക്കളോട് പറഞ്ഞവത്രേ, മുഹമ്മദിന്റെ മോളുണ്ടല്ലോ, മുഹമ്മദിന്റെ മക്കളുണ്ടല്ലോ, ആ മക്കള് നിങ്ങളെ തൊലാക്ക് ചൊല്ലണേ, ആ മക്കളെ ഇനി വീട്ടിലേക്ക് നിങ്ങൾ കയറ്റരുത്. അങ്ങനെ അതാ റുഖയ്യയെയും ഉമ്മു കുൽസുമിനെയും തൊലാക്ക് ചൊല്ലുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന മഹദി ഫാത്തിമ, അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് തന്റെ താത്തമാരാകുന്ന റുഖയ്യയും ഉമ്മു കുൽസും വരികയാണ്. അവിടുന്ന് ചോദിച്ചു അത്രേ, താത്തമാരെ എന്തേ നിങ്ങളെ പോന്നത്? ഈ താത്തമാര് എന്തേ നിങ്ങളെ പോന്നത്? അവരിങ്ങനെ അവരിങ്ങനെ കരയാൻ തുടങ്ങിയത്രേ. എന്നിട്ട് അവിടുന്ന് ഫാത്തിമ ബീബിയാകുന്ന ചെറിയ പൈതലാകുന്ന അതാ 5 വയസ്സ് തികഞ്ഞ ഫാത്തിമയാണ് ചോദിക്കുന്നത്, ഇത്താത്തമാരെ നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ്, ഞങ്ങളുടെ ഭർത്താക്കന്മാര് ഞങ്ങളെ തൊലാക്ക് ചൊല്ലിപ്പോയി. സുബ്ഹാനല്ലാഹ്. മാത്രവുമല്ല പിന്നീട് കടന്നു വരുന്ന മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെന്ന് വെച്ചാരെന്നറിയൂ? ഖബർ കാണുമ്പോ പൊട്ടിക്കരഞ്ഞ ഉസ്മാൻ. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഉസ്മാൻ തങ്ങളോട് ചോദിച്ചില്ലയോ, ഉസ്മാനേ എന്തിനാണ് അങ്ങ് ഖബർ കാണുമ്പോ കരയുന്നത് ഉസ്മാനേ? അവിടുന്ന് പറഞ്ഞു അത്ര യാ റസൂലല്ലാഹ്, നബിയേ അങ്ങ് പറയലുണ്ടല്ലോ ഹബീബേ, ഈ ഖബർ രക്ഷപ്പെട്ടു പോയാ ബാക്കി മുഴുവനും രക്ഷപ്പെട്ടു പോയി എന്നങ്ങ് പറയലുണ്ടല്ലോ ഹബീബേ. ഈ ഉസ്മാനെങ്ങാനും ഖബറിൽ പരാജയപ്പെട്ടു പോയാ യാ റസൂലല്ലാഹ് ബാക്കി മുഴുവനും പരാജയപ്പെടൂലെ നബിയേ? അതുകൊണ്ട് പേടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന റുഖയ്യയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിക്കുകയാണ്. മാത്രവുമല്ല നല്ല സമ്പന്നനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വിവാഹം കഴിച്ചപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനെയും റുഖയ്യ റളിയല്ലാഹു തആല അൻഹയെയും അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്യോപ്യയിലേക്ക് പറഞ്ഞയക്കുകയാണ്. എത്യോപ്യയിലേക്ക് പോയിക്കോ മക്കളെ, അവിടെ നിങ്ങൾ പോയി ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളെയും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ഇവര് എത്യോപ്യയിലേക്ക് പോയി. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, റുഖയ്യ റളിയല്ലാഹു തആല അൻഹ, അങ്ങനെ ഇവര് എത്യോപ്യയിലേക്ക് പോയി. അവിടെ ഒരുപാട് കൊല്ലം ജീവിച്ചു അത്രേ. ആ സമയത്തും ഫാത്തിമ ബീബി ചോദിക്കുന്നു, ഉപ്പാ, എന്റെ ഇത്താത്തയും എന്റെ അളിയാക്കിയുമാവുന്ന എന്റെ ഇത്താത്ത റുഖയ്യ, എന്റെ അളിയാക്കിയാകുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, എന്തേ ഓലിപ്പ വീട്ടിലേക്ക് വരാത്തതെന്തേ? അവരെന്തേ ഞങ്ങളെ വീട്ടിലേക്ക്, നമ്മളെ വീട്ടിലേക്ക് വരാത്തത് ഉപ്പാ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കവേ അവിടുന്ന് മറുപടി പറഞ്ഞു, മോളെ, അവർക്ക് എത്യോപ്യയിൽ വല്ലാത്ത സന്തോഷമാണ് മോളെ. അല്ലാഹുവിന്റെ ഹബീബ് സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഫാത്തിമ ബീബിയെ സന്തോഷിപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് 6 വയസ്സ് പൂർത്തിയാകുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹക്ക് 6 വയസ്സ് തികയുകയാണ്. ആ സമയത്ത് ഈ ഫാത്തിമ ബീബി കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് കഅബാലയത്തിലേക്ക് പോയിരിക്കുകയാണ്. സുജൂദ് ചെയ്യാൻ വേണ്ടി, അല്ലാഹുവിലേക്ക് നന്ദി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട്, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ആദരവായ നേതാവ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബാലയത്തിലേക്ക് പോയി ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ എതിർവശത്തിൽ ഇരുന്നുകൊണ്ട് അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ കൊടും ശത്രുക്കളുണ്ട്. അവർ ഇങ്ങനെ അതാ അവിടുന്ന് പരസ്പരം ഇങ്ങനെ വെല്ലുവിളിക്കുകയാണ്. ആ കഅബാലയത്തിന്റെ അവിടെ പോയി നിസ്കരിക്കുന്ന മുഹമ്മദ് ഉണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മുഹമ്മദ് സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന്റെ മുമ്പ് ആരാണ് ഒട്ടകത്തിന്റെ ചീഞ്ചലിഞ്ഞ ആ കുടൽമാല ആരിടുമെന്നതാ അവിടുന്ന് ശത്രുക്കൾ പരസ്പരം അങ്ങ് തർക്കിക്കുമ്പോ അബൂ മുഈത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനതാ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ സുജൂദിലേക്ക് ഇങ്ങനെ കിടക്കുന്ന സമയത്തു സുബ്ഹാനല്ലാഹ്, ആ സുജൂദിൽ നിന്ന് എഴുന്നേറ്റതിന്റെ മുമ്പ് റസൂലുള്ളാഹിയുടെ കഴുത്തേക്ക് പോയിട്ട് ഓ ചീഞ്ചലിന്റെ ഒട്ടകത്തിന്റെ കുടൽമാലതാ അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തേക്ക് ഇടുകയാണ്. ഇത് കണ്ടുവരുന്ന മോളാരാ? മഹദി ഫാത്തിമ. എത്രാമത്തെ വയസ്സിലായത് കാണുന്നതെന്നറിയൂ? തന്റെ 6ാമത്തെ വയസ്സിൽ കാണുന്ന കാഴ്ച എന്താ മുഅ്മിനീങ്ങളെ? തന്റെ പിതാവ്, തന്റെ ഉപ്പ സുജൂദ് ചെയ്യുന്ന സമയത്ത് ആ സുജൂദിനിൽ നിന്ന് തലപൊന്തിക്കാൻ കഴിയാത്ത രൂപത്തിലതാ ഇസ്ലാമിന്റെ ശത്രുക്കളതാ ഒട്ടകത്തിന്റെ ചീഞ്ചലിഞ്ഞ കൊടൽമാല അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തേക്ക് ഇട്ടുപോയി. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, 6 വയസ്സുള്ള കുഞ്ഞിന്റെ കൈ എത്രത്തോളം ബലമുണ്ടാകുമെന്നു. വളരെ ചെറിയ കൈയല്ലേ, ചെറിയ കുഞ്ഞല്ലേ. ആ 6 വയസ്സുള്ള കുഞ്ഞുമോളുടെ കൈ എത്രത്തോളം ചെറിയ കൈയായിരിക്കുമെന്നു നമ്മൾക്ക് സങ്കല്പത്തിലൂടെ മനസ്സിലാക്കിയാൽ തന്നെ മതിയല്ലോ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ ചെറിയ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ കഴുത്തിൽ നിന്നതാ ആ ഒട്ടകത്തിന്റെ ചീഞ്ചലിഞ്ഞ കുടൽമാല എടുത്തു മാറ്റുകയാണ്. ഫാത്തിമ ബീവി ഇങ്ങനെ കരയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സമാധാനിപ്പിക്കുകയാണ്. ഫാത്തിമ, ഉപ്പാന്റെ തങ്കക്കുടം കരയല്ലേ ഫാത്തിമ, ഉപ്പാന്റെ തങ്കക്കുടമേ
ഫാത്തിമ അങ്ങ് കരയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ള സമാധാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മേലെ പറ്റിയ ആ ഒട്ടകത്തിന്റെ ചീഞ്ചലന്ന കൊടൽമാലയുടെ അവശിഷ്ടങ്ങളെല്ലാം ഇങ്ങനെ മാറ്റുകയാണ്. ആ സമയത്ത് ഉപ്പനോട് മോള് പറയുന്നു, ഉപ്പാ ഇതെന്തൊരു പരീക്ഷണമാണ് ഉപ്പാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറയുകയാണ്. എന്താണ് പറയുന്നതെന്നറിയുമോ? ഫാത്തിമ ഫാത്തിമ ലാ കർബ അലാ അബീക ഫിൽ ആഖിറ. ഫാത്തിമ ഉപ്പാക്ക് ദുനിയാവിൽ മാത്രമേ പ്രയാസമുള്ളൂ. ഫാത്തിമ ലാ കർബ അലാ അബീക ഫിൽ ആഖിറ. പൊന്നുമോളെ ഫാത്തിമ, ഉപ്പാക്ക് നാളെ പരലോകമുണ്ടല്ലോ. ആ പരലോകത്ത് ഉപ്പച്ചിക്കൊരു പ്രയാസമില്ല ഫാത്തിമ. ഈ ദുനിയാവിൽ മാത്രമാണ് പ്രയാസമുള്ളത്. മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഉപ്പാക്കൊരു പ്രയാസമില്ല. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോളാകുന്ന ഫാത്തിമാനോട് പറഞ്ഞെടുക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏത് മോൾക്കാ സഹിക്ക? ഏത് മോൾക്കാ ഇത് കണ്ടു നിൽക്കുന്ന? ഏത് മോൾക്കാ സഹിക്ക? തന്റെ ഉപ്പാനെ ചീഞ്ചലഞ്ഞ ഒട്ടകത്തിന്റെ കൊടൽമാല റസൂലുള്ളാഹിയുടെ കഴുത്തേക്ക് ഇട്ടപ്പോ കണ്ടു നിൽക്കാൻ കഴിയുമോ നമുക്ക്? ഫാത്തിമ ബീബി കഴിഞ്ഞില്ല, അത് മാറ്റി കൊടുക്കുകയാണ്. പഠിച്ചവനെ, ഫാത്തിമ ബീബിയെ പോലെയുള്ള മഹദിമാരുടെ ലിസ്റ്റിൽ ഞങ്ങളുടെ ഉമ്മമാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അതുകൊണ്ടതാ എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വീണ്ടും ദീനീ പ്രബോധനം നടത്തുകയാണ്. ഫാത്തിമ ബീബിയുടെ 6-ാം വയസ്സിൽ ഫാത്തിമ ബീബി കണ്ടുവരികയാണ്. ഉപ്പാടെ പ്രയാസങ്ങൾ ഇങ്ങനെ കുഞ്ഞിനാളിൽ തന്നെ ചെറിയ പ്രായത്തിൽ നിന്ന് ഇത്തിരി കുറച്ചായി ഇങ്ങനെ കണ്ടുവരികയാണ്. ഇത് കണ്ടുകൊണ്ട് വളർന്നു വരികയാണ് ഫാത്തിമ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, ഇന്ന് നമ്മളെ മോനിക്കോ മോൾക്കോ മൊബൈൽ ഫോൺ വേണമെന്ന് പറയുമ്പോ, വാഹനം വേണമെന്ന് പറയുമ്പോ മേടിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന ഉമ്മമാരും ഉപ്പമാരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ പ്രയാസം എന്തെന്ന് നമ്മുടെ മക്കൾക്ക് നമ്മളെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. നമ്മുടെ വേദന എന്തെന്ന് നമ്മുടെ മക്കള് കണ്ട് മനസ്സിലാക്കാത്തൊരു കാലമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന കാലമാണ്. എന്നാ നിങ്ങൾ മനസ്സിലാക്കണേ, തന്റെ 6-ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീബി കാണുന്ന കാഴ്ചയാണ്. ഒന്ന് ഉപ്പാന്റെ കഴുത്തേക്ക് അതാ ഒട്ടകത്തിന്റെ ചീഞ്ചളിന്റെ കൊടൽമാല ഇടുകയാണ്. മാത്രവുമല്ല, അതാ മക്കയിൽ നിന്ന് മദീനത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ദീനീ പ്രബോധനത്തിന് വേണ്ടി പോകുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോ റസൂലുള്ളാഹിന്റെ കുടുംബക്കാര് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിനെ അതാ മക്കക്കാര് അവിടെ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ്. ശഹബ് അബീ തോലിബിലേക്ക് അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിനെ ഒറ്റപ്പെടുത്തുകയാണ്. എന്നാലും ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനും കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുകൊടുക്കുമായിരുന്നു. ഇതും മക്കക്കാര് കാണുകയാണ്, അതും നിർത്തലാക്കുകയാണ്. തന്റെ 6-ാമത്തെ വയസ്സിൽ പിന്നീട് ആ മോളാകുന്ന മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല പിന്നീട് കാണുന്ന രംഗമെന്നറിയൂ? പ്രിയമുള്ള ഉമ്മമാരെ, ഇത് നിങ്ങൾക്ക് വേണ്ടി പറയുന്നതാണ്. ഉപ്പമാരെ, നിങ്ങൾ നല്ല പിതാവാകാൻ വേണ്ടിയിട്ട്, ഉമ്മ
ഉമ്മമാരെ നിങ്ങൾ നല്ല മാതാവാകാൻ വേണ്ടിയിട്ട് പറയാൻ തീരുമാനിച്ചൊരു വിഷയമാണിത്. കാരണം നമ്മുടെ പ്രയാസം നമ്മുടെ മക്കൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണോ? അത് മനസ്സിലാക്കാത്തത് കൊണ്ടാ ഇന്ന് കണ്ണിക്കണ്ടവന്റെ കൈ പിടിച്ചുകൊണ്ട് പ്രേമമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചോടി പോകുന്ന കാലമല്ലേ, ഉമ്മാനെ വില വെക്കാത്ത കാലമല്ലേ. മുൻപ് പ്രസവിച്ച ഉമ്മ, മുലപ്പാല് തന്ന ഉമ്മ, എല്ലാത്തിനും സപ്പോർട്ട് നിൽക്കുന്ന നമ്മുടെ ഉമ്മ, ആ ഉമ്മാനെ വില വെക്കാത്ത കാലമല്ലേ. എന്താവശ്യമുണ്ടെങ്കിലോ നിറവേറ്റി തരുന്ന പിതാവുണ്ടല്ലോ, ആ പിതാവിനെ പോലും വില വെക്കാതെ അന്യപുരുഷന്റെ കൈപിടിച്ചുകൊണ്ട് ഒളിച്ചോടി പോകുന്ന കാലമല്ലേ. ആ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചരിത്രമാണ് മഹദി ഫാത്തിമ. എന്റെ വിദ്യാർത്ഥികളാകുന്ന ഞാൻ ജോലി ചെയ്യുന്ന തിരുവേഗപ്പുറം എന്ന് പറയുന്ന സുന്ദരമായ മദ്രസയിലെ എന്റെ വിദ്യാർത്ഥികളാകുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കോ അതുപോലെ തന്നെ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കോ മദ്രസ പാഠം കുറച്ച് എടുത്തു കഴിഞ്ഞ ശേഷം അവർക്ക് എല്ലാ ദിവസവും ഞാൻ മഹദി ഫാത്തിമ ബീവിയുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂ. ഫാത്തിമ ബീവിയുടെ ചരിത്രം എത്ര പഠിച്ചാലും തീരുന്നില്ല. അവർക്ക് എന്തിനാ ഇത് പറഞ്ഞു കൊടുക്കണത്? എന്തിനാ പറഞ്ഞു കൊടുക്കണത്? അവർക്ക് ഫാത്തിമ ബീവിയോട് ഒരു മുഹബത്ത് വേണം. ഇതിന്റെ 2 ദിവസം മുമ്പ് കൊയിലാണ്ടിപ്പടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രഭാഷണം ഉണ്ടായിരുന്നു. അവിടെ ഈ വിഷയം ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പരിശുദ്ധമായ റജബ് മാസം കടന്നു വന്നതുകൊണ്ട് അവിടെ റജബിന്റെ സവിശേഷതകളായിരുന്നു ചർച്ച ചെയ്തത്. ആ സമയത്ത് എന്റെ മക്കൾ പറയാണ്, ഉസ്താദേ ഞങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്ര ഉസ്താദ് അവിടെ പറയുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ വന്നിരുന്നു. ഞങ്ങൾ ആളുകളോടൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഫാത്തിമ ബീവിയുടെ ചരിത്രമാണ്, ഫാത്തിമ ബീവിയുടെ ചരിത്രമാണ് എന്ന്. ക്ലാസ് കഴിഞ്ഞാൽ കുറച്ച് ടൈം ഒരു 5-10 മിനിറ്റ് ഓൾക്ക് മാറ്റി വെച്ചിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഓൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം. ആയിഷ ബീബിയുടെ അങ്ങനെ തന്നെ മഹദിമാരുടെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കേട്ടിരിക്കും. എന്നിട്ട് ഓൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾ ഇങ്ങനെ അത് ക്ലിയർ ചെയ്യും. അള്ളാഹു ആ മക്കളെയൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവേ അവരെയൊക്കെ നീ നല്ല ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാഹ്. അതുകൊണ്ടതാ റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഇങ്ങനെ നിർത്തലാക്കുകയാണ്. അതാ മക്കയിലുള്ള ശത്രുക്കളെ റസൂലുള്ളാഹിന്റെ ഭക്ഷണം ഇങ്ങനെ നിർത്തലാക്കി പോയി. ആ സമയത്ത് 6ാമത്തെ വയസ്സിൽ പിന്നീട് ഫാത്തിമ കാണുന്ന രംഗം എന്തെന്നറിയുമോ മുഅ്മിനീങ്ങളെ? ഈ കാങ്കോർ എന്ന് പറയുന്ന പ്രദേശത്തിലൊരുമിച്ച് കൂടിയ ഉമ്മമാരെ ഉപ്പമാരെ 6ാമത്തെ വയസ്സിൽ ഫാത്തിമ ബീബി കാണുന്ന രംഗം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ പച്ചരി ഇങ്ങനെ കഴിക്കുകയാണ്. അകല ഔറാഖൽ അശ്ജാർ. ഫാത്തിമ ബീബി കാണുന്ന രംഗമെന്നറിയൂ? തന്റെ പ്രിയപ്പെട്ട പിതാവ് പച്ചില ഇങ്ങനെ കഴിക്കുകയാണ്, പച്ചില ഇങ്ങനെ കഴിക്കുകയാണ്. ഇത് കാണുകയാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു തആല കാണുകയാണ്. എത്രത്തോളം പട്ടിണിയിലായിരുന്നു കഴിഞ്ഞത്. മാത്രവുമല്ല ഇതാരാണ് കാണുന്നത്? മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല കണ്ടുവരികയാണ്. ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഉപ്പ ഇങ്ങനെ പച്ചിലിങ്ങനെ കഴിക്കുമ്പോ ഭക്ഷണം കിട്ടാതെ ഇന്ന് അൽഹംദുലില്ലാഹ് സുഭിക്ഷമായ ഭക്ഷണം. അൽഹംദുലില്ലാഹ് നല്ല സുഭിക്ഷമായൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ പറഞ്ഞേ കുറച്ച് കവറിലാക്കി തരണം, എനിക്ക് പോകുമ്പോൾ ട്രെയിനിൽ കഴിക്കാനാണ്. പ്രസംഗിക്കുന്ന സമയത്ത് എന്താ പറ്റൂല, ഒരുപാട് കഴിച്ച് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു എല്ലാതും കൂടി ഞങ്ങളുടെ പാലക്കാട് ഭാഷയിൽ പറയുകയാണെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് മിസ്സാക്കിയിട്ട് ഇറച്ചിയും കോഴി ഉണ്ടായിരുന്നു, ബോട്ടി ഉണ്ടായിരുന്നു,
പിന്നെ ആടിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാം കൂടി മിസ്സാക്കിയിട്ട് പൊറാട്ടയും ഇതൊക്കെ എല്ലാം കൂടി മിസ്സാക്കിയിട്ട് ഒരു കവറിലിട്ടിട്ട് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അല്ലാഹുവേ, അവർക്ക് സ്വർഗത്തിലുള്ള ഭക്ഷണങ്ങൾ നീ നൽകണേ അല്ലാ. എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ട്. ആ സമയത്തും ഞാൻ ഈ വിഷയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം ഇങ്ങനെ മുതആല ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിങ്ങനെ ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ കുറെ നേരമായല്ലോ ഇങ്ങനെ എന്തൊക്കെയോ എഴുതുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്തിന് വേണ്ടി പോകുക, ഇന്ന സ്ഥലത്ത് വഅളിന് വേണ്ടി പോകുകയാണ്. അവിടെ അതാ ഒരു പ്രവാചകനെയും ഒരു നല്ല വാപ്പനെയും ഒരു നല്ല മോളിനെയും പറ്റിയിട്ട് പറയാനുള്ളൊരു വിഷയമാണ്. അത് വേണ്ടതുപോലെ പഠിച്ചാൽ തന്നെ അവിടെ പറയാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോ അദ്ദേഹം പിന്നീട് എന്റെ ഫോൺ നമ്പർ മേടിക്കുകയാണ്. ഇന്നിപ്പോ ലൈവ് കാണുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ 8ാമത്തെ വയസ്സിലേക്ക് കടന്നു വരികയാണ്. 8ാമത്തെ വയസ്സ് പൂർത്തിയാകുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണുകയാണ്. എന്താണ് കാണുന്നതെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പച്ചില കഴിച്ചല്ലോ. ഭക്ഷണം കിട്ടാതെ ആയപ്പോ മഹദി ഖദീജ രോഗിയാകുകയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല രോഗിയാണ്. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 65 വയസ്സ് പൂർത്തിയാകുകയാണ്. 65 വയസ്സ് തികയുകയാണ്. മാത്രവുമല്ല ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ രോഗിയാകുകയാണ്. ഭക്ഷണം കിട്ടാതെ ഇരിക്കുമ്പോ, ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നു ഏറ്റവും വലിയ കോടീശ്വരിയായിരുന്ന ഖദീജ എല്ലാതും അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോ സർവ്വതും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ഖദീജ അവസാനം അതാ ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാതെ ഖദീജ ബീബി ഇങ്ങനെ രോഗിയായി കരയുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് കിടക്കുന്നു ഖദീജ. റസൂലുള്ളാഹിന്റെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ചുകൊണ്ട് ഖദീജ ബീബി ഇങ്ങനെ കിടന്നുകൊണ്ട് കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഖദീജ ബീബി അവിടെ നിന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഖദീജ പോവാണ് നബിയേ, ഖദീജ പോവാണ് നബിയേ. റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ഖദീജ ബീബി പറയുകയാണ്, ഖദീജ പോവാണ് നബിയേ, ഖദീജ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ് നബിയേ. പൊട്ടിക്കരയുകയാ ഖദീജ ബീബി. ഫബഖാ ബുഖാഹൻ ശദീദാ. ഖദീജ ബീബി ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഖദീജ പോവാണ് നബിയേ. അതുകൊണ്ട് ഖദീജയ്ക്ക് ഒരു കാര്യം പറയാനുണ്ട് ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, അത്രേ ഖദീജ, എന്തേ ഖദീജ, എന്തേ ഖദീജ. അല്ലാഹുവിന്റെ ഹബീബിന് 50 വയസ്സു, ഖദീജ ബീബിക്ക് 65 വയസ്സു, മഹദിയാകുന്ന ഫാത്തിമ ബീബിക്ക് 15 വയസ്സു. ഈ വയസ്സിനിടയിലാണ് ഖദീജ ബീബിയുടെ രംഗം കാണുന്നത്. ഫാത്തിമ ബീബി കാണുന്നത് റസൂലുള്ളാഹിയുടെ മടിത്തട്ടിൽ കടന്നുകൊണ്ട് ഖദീജ ബീബി പറയാണ്, നബിയേ, എന്റെ കുഞ്ഞുമോളാകുന്ന, എന്റെ ചെറിയ മോളാകുന്ന ഫാത്തിമ, ആ
ഫാത്തിമയെ പൊന്നുപോലെ നോക്കണേ ഹബീബേ. ആ ഫാത്തിമക്ക് പൊന്നുപോലെ ഫാത്തിമയെ നോക്കണേ ഹബീബേ. മാത്രവുമല്ല ഫാത്തിമയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീര് വീട്ടല്ല ഹബീബേ. ഫാത്തിമാനെ സങ്കടപ്പെടുത്തല്ല ഹബീബേ. ഏതൊരു ഉമ്മയുടെയും അഭിലാഷം അങ്ങനെയാണല്ലോ. നമ്മളായ മക്കളെ നമ്മുടെ ഉപ്പമാരെ നമ്മളെ തല്ലുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാരെ നമ്മളെ തല്ലുമ്പോ നമ്മളെ പിടിച്ചു മാറ്റാൻ വരുന്നതാരാ? ഉപ്പമാരാണ് നമ്മെ തല്ലുന്നതെങ്കിലോ കുഞ്ഞിനാളിൽ നമ്മൾ വികൃതി ഇങ്ങനെ കാണിക്കുമ്പോ നമ്മളെ തല്ലാൻ വരുന്ന ഉപ്പയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ഉമ്മച്ചിയല്ലേ, നമ്മുടെ ഉമ്മച്ചിയല്ലേ. ആ ഉമ്മച്ചിക്ക് പിന്നെ എങ്ങനാ പറയാൻ പറ്റുക? അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ ഞാൻ പോവാ, അതുകൊണ്ട് എന്റെ ഫാത്തിമയെ വേദനിപ്പിക്കല്ല ഹബീബേ, സങ്കടപ്പെടുത്തല്ല ഹബീബേ. ഖദീജയുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ടു അവിടെ നിന്ന് പറയുന്നേ, ഇല്ല ഖദീജ, ഇല്ല ഖദീജ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തോട് ഖദീജ ബീബി വിടവാങ്ങി പോകുകയാണ്, വഫാത്തായി പോകുകയാണ്. പിന്നീട് മുത്തു റസൂലുള്ളാഹിന്റെ മുഴുവൻ കാര്യവും ചെയ്യുന്നത് ഉപ്പയ്ക്ക് വെള്ളം കൊടുക്കുന്നതാരെന്നറിയോ? 15 വയസ്സ് പൂർത്തിയായ മഹദിയാകുന്ന ഫാത്തിമ. ഉപ്പക്ക് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഉപ്പക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുകയാണ്, ഉപ്പാന്റെ മുഴുവൻ കാര്യങ്ങളും ഇടപെടുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീബിയെ 15ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ച പേരെന്തെന്നറിയുവോ? ഉമ്മു അബീഹാ. ഉമ്മു അബീഹാ, വാപ്പാന്റെ ഉമ്മ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമ ബീബിയെ വിളിക്കുന്നത്. കാരണം എന്താ? ഖദീജ ബീബി ലോകത്തോട് വിടവാങ്ങുമ്പോ പറഞ്ഞല്ലോ, ഫാത്തിമ ഉപ്പനെയും പൊന്നുപോലെ നോക്കണേ മോളെ. ഒരു ഉമ്മയുടെ പോലെ, ഒരു ഭാര്യയുടെ സ്നേഹം കാണിക്കുന്നത് പോലെ തന്റെ കരളിന്റെ കഷണമാകുന്ന മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയദാ മുത്തായ തങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാണ്, ഭക്ഷണം കൊടുക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് വിളിച്ച പേരാണ് ഉമ്മു അബീഹാ, വാപ്പാന്റെ ഉമ്മ എന്നു. പിന്നീട് അതാ തന്റെ ഇത്താത്തമാരുടെ കല്യാണമെല്ലാം കഴിയുകയാണ്. മാത്രവുമല്ല, തന്റെ 53ാമത്തെ വയസ്സിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങനെ പോകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആദ്യം ഇങ്ങനെ യാത്ര പോകുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് സഅദ് തങ്ങളെ വിളിക്കുകയാണ്, സെയ്ദ് തങ്ങളെ വിളിക്കുകയാണ്. സെയ്ദിനോട് പറയുന്നു, സെയ്ദേ നീയും ഫാത്തിമയും അതുപോലെ തന്നെ ഉമ്മു കുൽസൂം കൂടിയിട്ട് സെയ്ദേ നിങ്ങളും വല്ല പതുക്കെ ഞാൻ പോയ ശേഷം വന്നാ മതി സെയ്ദേ. സെയ്ദ് അവിടുന്നതാ ഒട്ടകക്കട്ടിലുമായി കടന്നു വരികയാണ്. മഹദിയാകുന്ന ഫാത്തിമ ഒട്ടകത്തിന്റെ കട്ടിലിൽ ഇങ്ങനെ കയറുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, സെയ്ദേ ഞാനും അബൂബക്കർ അങ്ങ് പോവാ, അതുകൊണ്ട് നീയും ഫാത്തിമയും ഉമ്മു കുൽസും കൂടിയിട്ട് സെയ്ദേ നിങ്ങളൊരു വാഹനത്തിൽ വരണേ, അഥവാ ഓരോ ഒട്ടകത്തിന്റെ വാഹനത്തിൽ നിങ്ങൾ വരണേ എന്ന് പറഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബും അബൂബക്കർ തങ്ങളും യാത്ര പോയി. അങ്ങനെയതാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും അല്ലാഹുവിന്റെ ഹബീബും ഇങ്ങനെ യാത്ര പോകുകയാണ്. പിന്നീട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും അവിടുന്ന് ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹും കൂടിയിട്ട് അതുപോലെ തന്നെ അതാ സെയ്ദിന്റെ ഒട്ടകക്കട്ടിലിൽ ഇങ്ങനെ കേറിയിട്ട് യാത്ര പോകുകയാണ്. ആ സമയത്താണ് സുബ്ഹാനല്ലാഹ് ആരോ അവിടുന്ന് പറയുകയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹമ്മദ് യാത്ര പോയി, ശത്രുക്കളെ പേടിച്ചുകൊണ്ട് ഓടിപ്പോയി. ഇനി അതാ ബാക്കിയുള്ളത് മുഹമ്മദിന്റെ ചെറിയ മകളാകുന്ന ഫാത്തിമ. പിന്നെയോ ഉമ്മു കുൽസും കൂടിയിട്ട് അതാ യാത്ര പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ശത്രുക്കളോട് ആരോ ഇങ്ങനെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ് അവിടുന്നതാ ഇസ്ലാമിന്റെ നേരെ ശത്രുക്കൾ ഇങ്ങനെ കടന്നു വരികയാണ്. സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കഴുത്തേക്ക് ഒരു വെട്ടുന്നു കൊടുക്കുകയാണ്. ഒട്ടകത്തിന്റെ കഴുത്തങ്ങ് മുറിഞ്ഞുപോയി. അവിടുന്ന് ഫാത്തിമ ബീബിയെ വധിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അവിടുന്ന് സയ്യിദ് പറയുകയാണ്, ഒരിക്കലും എന്റെ ഫാത്തിമ മുത്തു റസൂലുള്ളാഹിയുടെ ഫാത്തിമയെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഉവൈരസ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കൊടും ശത്രു വന്നുകൊണ്ട് ആ ഒട്ടകത്തിന്റെ കഴുത്തങ്ങ് വെട്ടി മാറ്റുകയാണ്. സയ്യിദ് തങ്ങളെ കഴുത്തേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. സയ്യിദ് തങ്ങളെ പറഞ്ഞ ഒരേ വാക്ക്, ഫാത്തിമയെ ഞാൻ വിടൂല്ല, ഫാത്തിമയെ ഞാൻ ആരിലേക്കും തരൂല്ല. ഫാത്തിമയോടും ഉമ്മു കുൽസൂമിനോടും പറയുന്നു, നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ, മദീനത്തേക്ക് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടോ. 150 കിലോമീറ്റർ താണ്ടുകയാ അവർ ഓടുകയാ, മദീനയിലേക്ക് എത്തുകയാ. മദീനയിൽ കാണുകയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയാണ്. വാരി പുലർന്നുകൊണ്ട് തന്റെ ഉപ്പാരെ കെട്ടിപ്പിടിക്കുന്നു മഹദി ഫാത്തിമ. വിദേശത്തിൽ നിന്ന് നമ്മുടെ ഉപ്പമാര് വരികയാണെങ്കിലും ഇന്ന കാലത്ത് ഭർത്താക്കന്മാര് വരികയാണെങ്കിലും ഒരു ട്രെൻഡ് എന്നുള്ള നിലയ്ക്ക് വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഉമ്മമാര് കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? ഭർത്താവ് അങ്ങ് എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്ന കാലമല്ലേ? അത് നല്ലത് തന്നെയാണ്, അതിനെ എതിർത്തുകൊണ്ട് ഞാൻ പറയുകയല്ല. പക്ഷേ അതുപോലെ അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട ഫാത്തിമാനെ കാണുകയാണ്. ഉപ്പാനെ കണ്ട സന്തോഷത്തിൽ ഫാത്തിമ ബീബി ഓടിപ്പോയി പറയുന്നു, ഉപ്പാ, പ്രിയപ്പെട്ട പിതാവാകുന്നു ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആകുന്ന ഹബീബ്, ഏറ്റവും വലിയ നല്ല പിതാവുന്നാകുന്ന ഹബീബ് അവിടുന്ന് ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയുവോ? മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ, ഇന്നാരെങ്കിലും പ്രയാസപ്പെടുത്തിയോ മോളെ? ഇന്നാരെങ്കിലും വേദനിപ്പിച്ചോ മോളെ? ഇന്നാരെങ്കിലും ആക്രമിച്ചോ ഫാത്തിമ? ഫാത്തിമ ബീബി അവിടെന്ന് പറയുന്നു, ഇല്ല ഉപ്പാ, ഇല്ല ഉപ്പാ, എന്നാരും ആക്രമിച്ചിട്ടില്ല ഉപ്പാ എന്നിങ്ങനെ പറയുമ്പോ സുബ്ഹാനല്ലാഹ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തുകയാണോ? ചുരുക്കുകയാണേ. അങ്ങനെ മദീനത്തേക്ക് എത്തിയപ്പോ ഏറെക്കുറെ 1 വർഷം അങ്ങ് കഴിഞ്ഞുപോയി.
മക്കയിൽ നിന്ന് മദീനത്തേക്ക് എത്തിയപ്പോ അവിടെ ഏറെക്കുറെ ഒരു വർഷങ്ങൾ കഴിഞ്ഞുപോയി. അപ്പോഴാണ് ബദർ യുദ്ധം നടക്കുകയാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന റുഖയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ രോഗിയാകുക. ബദർ യുദ്ധം ഇങ്ങനെ നടക്കാണ്. യുദ്ധത്തിന് വേണ്ടി ഇങ്ങനെ തയ്യാറാകുകയാണ് ഹബീബും സ്വഹാബത്തും. ആ സമയത്താണ് അവിടുത്തെ മോളാകുന്ന റുഖയ്യ റളിയല്ലാഹു തആല അൻഹ രോഗിയാകുകയാണ്. ആരാണ് റുഖയ്യ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വിവാഹം കഴിച്ച മഹദിയാകുന്ന റുഖയ്യ രോഗിയായി കിടക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞു വച്ചറേ, അല്ല ഉസ്മാനേ, റുഖയ്യ രോഗിയാണല്ലോ ഉസ്മാനേ. അതുകൊണ്ട് നിങ്ങൾ ബദർ യുദ്ധത്തിലേക്ക് വരണ്ട ഉസ്മാൻ. സുബ്ഹാനല്ലാഹ്, ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ യുദ്ധത്തിലേക്ക് വന്നില്ല. റുഖയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്, ബദർ യുദ്ധം അവിടെ ഇങ്ങനെ കുടുംബിനെ കൊല്ലുകയാണ്. ബദർ യുദ്ധം അവിടെ ഇങ്ങനെ കുടുംബിനെ കൊല്ലുമ്പോ ഇവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മോളാകുന്ന റുഖയ്യ ഈ ലോകത്തോട് വിടവാങ്ങുകയാണ്. ഇത് പറയാൻ കഴിയുന്നില്ല. ആ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്ക് ഇത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് എത്തിക്കണമെന്നുണ്ട്. പക്ഷേ പറയാൻ കഴിയുന്നില്ല. കാരണം എന്തെന്നറിയുമോ, അവിടെ ബദർ യുദ്ധം ഇങ്ങനെ കുടുംബിന് കൊള്ളുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. അങ്ങനെ യഥാ റുഖയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഹബീബ് തിരികെ വരുവേ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടിപ്പോവുകയാണ്. മുത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ഓടിപ്പോയിക്കൊണ്ട് ഫബഖാ ബുഖാഹൻ ശദീദാ, അവിടുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്താ ഉസ്മാനെ അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ, പോയി നബിയേ, റുഖയ്യ പോയി നബിയേ, ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി നബിയേ. അങ്ങ് യുദ്ധത്തിലായതുകൊണ്ട് അങ്ങയോട് പറയാൻ പറ്റിയില്ല യാ റസൂലേ. എന്റെ പ്രിയമുള്ളവരെ, എന്നിട്ടതാ എല്ലാ ചടങ്ങുകളുമെല്ലാം കഴിഞ്ഞിട്ടു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങയ്ക്ക് ഇന്നൊരു മോള് കൂടി ഉണ്ടല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, ആ മോളെ കൂടി എനിക്ക് വിവാഹം ചെയ്തു തരുവോ? റുഖയ്യ പോയല്ലോ നബിയേ, ഇനി ഉമ്മു കുൽസും കൂടി ഉണ്ടല്ലോ നബിയേ. അതുകൊണ്ട് ഉമ്മു കുൽസിനെ എനിക്ക് വിവാഹം ചെയ്തു തരുവോ ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കതാ റുഖയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം ഉമ്മു കുൽസുവിനെ വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 18 വയസ്സങ്ങ് തികയുകയാണ്. 18 വയസ്സ് തികയുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മളെ വിവാഹാലോചന നടത്തുമല്ലോ. പ്രത്യേകിച്ച് പെൺമക്കളാകുന്ന മക്കൾക്ക് 18 വയസ്സങ്ങ് തികയുമ്പോൾ നമ്മളെ ആലോചനകൾ നടക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ്
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ബദ്ർ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു അല്പ ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ അവിടുന്ന് ഫാത്തിമ ബീബിയോട് പറയുന്നു, ഫാത്തിമ മോളെ മോളെ ഫാത്തിമ, സൈനബ് വിവാഹം കഴിഞ്ഞു പോയല്ലോ, റുഖയ്യും പോയല്ലോ, ഉമ്മു കുൽസൂം പോയല്ലോ, ഫാത്തിമ മോളെ ഇനി നീ മാത്രമല്ലേ ഉള്ളത്, അതുകൊണ്ട് നിനക്ക് ഞാൻ വിവാഹാലോചന അന്വേഷിക്കട്ടെ ഫാത്തിമ. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അങ്ങനെ വിവാഹാലോചന അന്വേഷിക്കുമ്പോഴാണ് വാനലോകത്തിൽ നിന്ന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. വഹയുമായി അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഫാത്തിമക്ക് ഒരു പുതുമണവാളനെ അല്ലാഹു തയ്യാറാക്കിയിട്ടുണ്ട്, ഒരു പുതുമണവാളനെ അല്ലാഹു സെലക്ട് ചെയ്തിട്ടുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ ഹബീബിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയവേ, ജിബ്രീലിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു അത്രേ, അതാരാണ് ജിബ്രീലേ, ആ പുതുമണവാളൻ ആരാണ് ജിബ്രീലേ? അത് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബാണ് നബിയേ. ഒരുപാട് ധനാഢ്യരായ ആളുകൾ അവിടെ ഉണ്ടായിരിക്കവേ അല്ലാഹുവിന്റെ ഹബീബിനോട് ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട്, നബിയേ അങ്ങയുടെ മോളാകുന്ന ഫാത്തിമയെ ഞങ്ങൾക്ക് വിവാഹം കഴിച്ചു തരുമോ റസൂലേ എന്ന് ചോദിച്ചു വരുന്ന ആളുകൾക്കൊന്നും അല്ലാഹുവിന്റെ ഹബീബ്, കോടികളുള്ള കോടീശ്വരന്മാരാകുന്ന ആളുകൾക്കൊന്നും അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്നറിയുമോ? 2 3 നിലയുള്ള വീട് കെട്ടലല്ല ഉമ്മമാരെ, വാഹനങ്ങള് വിലപിടിപ്പുള്ള വാഹനങ്ങള് മേടിക്കലല്ല. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് സ്വാലിഹത്തായ ഭാര്യയാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, നബിയേ അല്ലാഹു സെലക്ട് ചെയ്ത പുതുമണവാളൻ ആരെന്നറിയോ? അത് സയ്യിദുനാ അലിയാർ തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് വിളിക്കുകയാണ്. അവിടുന്ന് ആരെ വിളിക്കുന്നെന്നറിയുമോ? അവിടുത്തെ ഹാദിമാകുന്ന അനസ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അനസേ അബൂബക്കറിനെ വിളിക്കൂ അനസേ, ഉസ്മാനിനെ ഇങ്ങനെ വിളിക്കൂ അനസേ, ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കൂ, ഉബൈദുല്ലാഹിനെ വിളിക്കൂ, അങ്ങനെ കാണുന്ന ഒരുപാട് സ്വഹാബികളെ വിളിക്കൂ. എന്നിട്ട് പറയണ വഹിയുമായിട്ട് കടന്നു വരികയാണ്. വഹിയുമായിട്ട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം അതോ ജിബ്രീൽ വന്നിട്ടുണ്ട്. അലി എന്ന് പറയുന്ന പുതുമണവാളനെ എന്റെ ഫാത്തിമാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നു അങ്ങ് പറയണേ. നിങ്ങളുടെ മുമ്പിലേക്ക് ചെറിയൊരു ബക്കറ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾ എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം, ഇതിൽ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ഒന്ന് കൈവന്തിക്കും, കൈതാത്തിക്കോ. ആ ബക്കറ്റിലേക്ക് ചെറുതോ വലുതോ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത്, പടച്ചോനെ എന്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എന്റെ മക്കള് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇത്ര കൊല്ലായ റബ്ബേ വിവാഹം കഴിച്ചിട്ട് എനിക്ക് മക്കളില്ല. നിങ്ങൾ ആഗ്രഹം എന്താണോ അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുകയാണ്, അസ്സദഖതു റദ്ദുൽ ബലായ നബി മുഹമ്മദ് മുസ്തഫ. സ്വതക്ക
സ്വതക്കകൾ എന്നുള്ളത്, ദാനധർമ്മം എന്നുള്ളത് അത് വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളെ മുമ്പിലേക്ക് ആ ബക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കഴിവിന്റെ പരമാവധി, ഉമ്മമാരോട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഉപ്പമാരോട് പറയേണ്ട ആവശ്യമില്ല. കാരണം ഉപ്പമാരുടെ പോക്കറ്റിൽ എപ്പോഴും ക്യാഷ് ഉണ്ടാവും. ഉമ്മമാര് പിന്നെ ഇതുപോലുള്ള പരിപാടികൾക്കാണ് ഓല് വരുന്ന സമയത്ത് മുൻകൂട്ടി ഓലെ കയ്യിൽ 500 1000 കയ്യിൽ ഇങ്ങനെ വെച്ചു കൊണ്ടുവരും. എന്തിനാ? അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യുന്ന സദസ്സാണ്. അവിടെ ദീനെ കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാണ്. ഈ പ്രദേശത്തുകാരെ തന്നെ, ഈ നാട്ടിലെ ഈ പള്ളിയും ഈ മനോഹരമായ സദസ്സും ഈ പള്ളിയും എല്ലാം നിർമ്മിച്ചത് ഈ നാട്ടുകാരാ. അത് നിങ്ങളെ പല തുള്ളി പെരുവെള്ളം എന്നാണല്ലോ. എല്ലാവരും അതിൽ സഹകരിക്കണം. അല്ലാഹുവേ, അതിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിനകത്തുള്ള ആഗ്രഹങ്ങൾ എന്താണെങ്കിലും നീ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്, നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാഹ്. ആ സംഖ്യ ബക്കറ്റിലേക്ക് നിക്ഷേപിക്കുന്ന സമയത്ത് ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലോ, കുടുംബക്കാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. റബ്ബേ, ഇതെന്റെ ഉമ്മക്ക് വേണ്ടിയാണ്, ഇതെന്റെ ഉപ്പക്ക് വേണ്ടിയാണ്, നാളെ ഖബറിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു പോകുമ്പോ റബ്ബേ എനിക്കുമുണ്ടല്ലോ ആ ഖബർ ജീവിതം, ആ ഖബർ ജീവിത റാഹത്താകാൻ വേണ്ടിയാണ് റബ്ബേ എന്ന് പറഞ്ഞിട്ട് അതിൽ നിക്ഷേപിക്കണേ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അങ്ങനെ അതാ അല്ലാഹുവിന്റെ ഹബീബ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് അനസ് തങ്ങളോട് പറയുന്നത് എന്തെന്നറിയോ? അനസ്, അബൂബക്കറിനെ വിളിക്കണേ അനസ്, ഉസ്മാനിനെ വിളിക്കണേ അനസ്. ഇങ്ങനെ കാണുന്ന സ്വഹാബികളൊക്കെ വിളിച്ചിട്ടു അല്ലാഹുവിന്റെ വഹി എത്തിയിട്ടുണ്ട്. ആ വഹി ഇങ്ങനാണെന്ന് പറയണു. പുതുമണവാളനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഫാത്തിമക്കുള്ള പുതുമണവാളനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അലിയേ, അലീനോട് നിങ്ങൾ പറയണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയവേ സുബ്ഹാനല്ലാഹ്, അലിയാരെ തങ്ങളെ കാണുകയാണ്. ആ സമയത്ത് സയ്യിദുനാ അലിയാരെ തങ്ങളോട് ചോദിച്ചു, അത്ര അലിയേ, എന്റെ ഫാത്തിമയെ അങ്ങേ വിവാഹം കഴിക്കാ അങ്ങാഹിക്ക് താല്പര്യമുണ്ടോ? അലിയേ, അങ്ങായിക്ക് താല്പര്യമുണ്ടോ? അലിയേ, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയേ, താല്പര്യമുണ്ട് ഹബീബേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അലിയാർ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നബിയേ വലാ മഹറ ലഹാ, ഫാത്തിമക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊരു മഹ്റമില്ല നബിയേ, ഫാത്തിമാക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊരു മഹ്റമില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ അലിയാർ തങ്ങളോട് പറഞ്ഞു, അത്രേ അലിയേ, എനിക്ക് ഞാനെന്നൊരു ഒട്ടകം തന്നല്ലോ, ആ ഒട്ടകം അവിടെ അതെന്റെ കയ്യിലുണ്ട് നബിയേ. ദുൽദുൽ എന്ന് പറയുന്ന ഒരു കുതിര നിങ്ങൾക്ക് തന്നല്ലോ അലിയോ, അത് എവിടെ? അതെന്റെ കയ്യിലുണ്ട് നബിയേ. പടയെങ്കി എവിടെ? അതും എന്റെ കയ്യിലുണ്ട്. ദുൽഫുഖാർ എന്ന് പറയുന്ന വാള് തന്നല്ലോ, അതെവിടെ നബിയേ? അതും എന്റെ കയ്യിലുണ്ട് റസൂലേ. 2 കുതിരകളെ തന്നല്ലോ, അതും എന്റെ കയ്യിലുണ്ട് നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, അലിയേ, ഈ വാഹനം സഞ്ചരിക്കുന്ന വാഹനമാകുന്ന ദുൽദുൽ എന്ന് പറയുന്ന കുതിര നീ വിൽക്കണ്ട, നിനക്ക് യാത്ര ചെയ്യാൻ അത് ഉപകരിക്കും അലിയോ. വാളും നീ വിൽക്കണ്ട, കാരണം അതെന്തിനാണെന്നറിയോ? നീ ഒരു യോദ്ധാവാണല്ലോ, നീ ഒരു യോദ്ധാവാണല്ലോ അലിയോ, അതുകൊണ്ട് നിനക്ക് അത് ആവശ്യം വരും അലിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളത് നീ വിൽക്കണേ അലിയേ. അലിയാരങ്ങളതാ പടയെങ്കി വിൽക്കുകയാണ്. കമ്പോളത്തിലേക്ക് പോയിട്ട് പടയെങ്കി അങ്ങ് വിൽക്കുകയാണ്. 480 ദിർഹം അങ്ങ് കിട്ടുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് സയ്യിദുനാ അലിയാർ തങ്ങളെ നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്
അള്ളാഹുവിന്റെ ഹബീബിന്റെ റസൂലുള്ളാഹിയുടെ അരികത്തേക്ക് വന്നിട്ട് അള്ളാഹിന്റെ ഹബീബിനോട് പറയുന്നു, നബിയേ, ഞാൻ പടയെങ്കി വിറ്റു നബിയേ, എനിക്ക് 480 ദിർഹം കിട്ടി നബിയേ, അതുകൊണ്ട് ഞാൻ എന്തുവാ ചെയ്യേണ്ടത് റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, വത്ര അലിയേ, ആ 400 ദിർഹമുണ്ടല്ലോ, എന്റെ ഫാത്തിമക്ക് നീ മഹറായി കൊടുക്കണേ അലിയേ. 400 ദിർഹമുണ്ടല്ലോ, അതെന്റെ ഫാത്തിമാക്ക് മഹറായി കൊടുക്കണേ അലിയേ. ബാക്കി വരുന്ന 80 ദിർഹമുണ്ടല്ലോ, അതുകൊണ്ട് പുതുമണവാട്ടിയാകുന്ന ഫാത്തിമാക്ക് നല്ല വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കണേ അലിയേ. ഉടുക്കാനുള്ള നല്ല നല്ല വസ്ത്രങ്ങളോ വാങ്ങിച്ചു കൊടുക്കണേ അലിയേ. തങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 400 ദിർഹം മഹറിനായി മാറ്റി വെൽക്കുകയാ. പിന്നെ വരുന്ന 80 ദിർഹമുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടതാ വീട്ടിലേക്കുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു വരുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നത്, അലിയേ, വെറുതെ അങ്ങ് വിവാഹം ചെയ്താൽ മാത്രം പോരാ അലിയേ, ആളുകൾക്ക് സത്യ കൊടുക്കണേ അലിയേ, ഫുഡ് കൊടുക്കണേ അലിയേ. ഇതങ്ങ് കേട്ട ഉടൻ തന്നെ അലിയാർ തങ്ങളാകെ ടെൻഷനാകുകയാണ്. ആകെ അലിയാർ തങ്ങളെ വേദനയോടെ പ്രയാസത്തോടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് സഅദ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടല്ലോ, അവിടുന്ന് പറയുന്നു, അലിയേ, അങ്ങയുടെ വിവാഹത്തിനുള്ള മാംസം ഞാൻ ഓഫർ ചെയ്യാം അലിയേ. എന്റെ വീട്ടിൽ നല്ലൊരു ആടുണ്ട് അലിയേ, അതുകൊണ്ട് ഞാനതാ ആടിനെ അങ്ങയുടെ കല്യാണത്തിന് വേണ്ടി ഫുഡിലേക്ക് ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നു അലിയേ. സയ്യിദുനാ അലിയാർ തങ്ങളോട് സഅദ് തങ്ങൾ പറയുകയാണ്, അങ്ങനെ ആടിനെ കൊടുത്തുപോയി. കല്യാണം കഴിഞ്ഞിട്ട് പുതുമണവാട്ടിയാകുന്ന മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയതോ തന്റെ വീട്ടിൽ നിന്ന് അതാ കല്യാണത്തിന്റെ അന്ന് ആ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ആരോ ഇങ്ങനെ കരയുകയാണ്. ഫബക്കാ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കരയുകയാണ്. അവിടുന്ന് കരയുകയാ. അബൂബക്കർ ഇങ്ങനെ ആ വീടിന്റെ ഒരു ഭാഗത്തിരുന്നു കൊണ്ട് സയ്യിദുനാ അബൂബക്കർ ഇങ്ങനെ കരയുകയാണ്. സ്വഹാബത്ത് അവിടുന്ന് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എത്രേ, അല്ലയോ അബൂബക്കറേ, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനാ? എന്തേ അബൂബക്കറേ, എന്തേ നിങ്ങൾ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷണമാകുന്ന ഫാത്തിമയെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, എത്രേ, കണ്ടില്ലേ, സ്വർഗത്തിന്റെ രാജകുമാരിയാകുന്ന ഫാത്തിമ, സ്വർഗത്തിന്റെ രാജകുമാരിയാകുന്ന ഫാത്തിമ, ലോകത്തിന്റെ നായകനാകുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ, ഫാത്തിമ പുതുമണവാട്ടിയായി പോയ ആ ഡ്രസ്സ് കണ്ടില്ലേ, ഉടുത്തിരിക്കുന്ന ആ ഡ്രസ്സ് കണ്ടില്ലേ? നമ്മളുടെ ഭാര്യമാര് വീട്ടിൽ സാധാരണ ഇടുന്ന ഡ്രസ്സല്ലേ ഫാത്തിമയുടെ വിവാഹത്തിന് ഫാത്തിമ ഇട്ടേച്ചു പോയത്. ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വഹാബാ. ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വഹാബാ. മാത്രവുമല്ല, കല്യാണം കഴിഞ്ഞു. അലിയാർ തങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടില്ലല്ലോ. സ്വഹാബത്ത് അവിടെ നടാ
ഈത്തപ്പഴത്തിന്റെ ഇതളുകൾ കൊണ്ട്, ആ ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ ഓലകൾ കൊണ്ട് അലിയാർ തങ്ങൾക്ക് അതാ ഒരു വീട് ഇങ്ങനെ നിർമ്മിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അലിയാർ തങ്ങളും അതാ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും കൂടി അതാ ആ ബെഡ്റൂമിലേക്ക് കടന്നു പോകുകയാണ്. ഒന്ന് നേരെ നിവർന്ന് നിന്നാ തലമുട്ടുന്ന മണിയറ, ഒന്ന് നേരെ നിവർന്ന് നിന്നാ തലമുട്ടുന്ന വീട്. അങ്ങനത്തെ വീടിലേക്ക് സയ്യിദുനാ അലിയാർ തങ്ങളും ഫാത്തിമയും അങ്ങ് കടക്കുകയാണ്. കടന്നു വന്ന അലിയാർ തങ്ങൾ കതകങ്ങ് കുറ്റിയിട്ടു, വിളക്കങ്ങ് അണച്ചപ്പോ റൂമ് ഫുള്ളും ഇരുളാകുകയാണ്. റൂമ് ഫുള്ളും ഇരുളാകുകയാണ്. റൂമ് ഫുള്ളും ഇരുളാകുകയാണ്. അവിടെ നദാ فسمعنا صوتا حنينا فسمعنا صوتا حنينا. ഒരു തേങ്ങ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. ആ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്നോ ആ മണിയറയുടെ ഉള്ളിൽ നിന്നോ ഒരു തേങ്ങ കരച്ചിലിങ്ങനെ കേൾക്കുകയാണ്. അലിയാർ തങ്ങൾ നോക്കുമ്പോ അതാരെന്നറിയോ? മഹദി ഫാത്തിമ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ചോദിച്ചു വന്നു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാർ തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, എത്ര ഫാത്തിമ, എന്തിനാണ് നീ കരയുന്നത് ഫാത്തിമ? ഈ അലിനെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഈ അലിയോട് ദാമ്പത്തിക ജീവിതം നയിക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു, എത്ര അലിയേ, അതൊന്നുമല്ല അലിയേ. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ബീബി അവിടെ നിന്ന് പറഞ്ഞു, എത്ര അലിയേ, അങ്ങ് റൂമിലേക്ക് കടന്നു വന്ന് കതകങ്ങ് കുറ്റിയിട്ടു, വിളക്കങ്ങ് അണച്ചപ്പോ റൂമ് ഫുള്ള് ഇരുളായല്ലോ. ആ സമയം എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയോ? ആരാരും കൂട്ടിനില്ലാത്ത കബറോ, ഏകാന്തതയിൽ നാം എല്ലാവരും കടക്കേണ്ട ആ കബറുണ്ടല്ലോ. ഇന്നീ കറത്തുൽ ആഖിറ, എനിക്ക് ആഖിറം ഇങ്ങനെ ഓർമ്മ വന്നു പോയി അലിയേ, എനിക്ക് ആഖിറം ഇങ്ങനെ ഓർമ്മ വന്നു പോയി അലിയേ എന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, ഇന്നല്ലട്ടോ നമ്മുടെ ആദിരാത്രി, ഇന്നല്ലട്ടോ അലിയേ നമ്മുടെ ആദിരാത്രി, അത് ഖബറിലെ ആദിരാത്രിയാണ്, നമ്മുടെ ഒന്നാമത്തെ ആദിരാത്രി. എന്റെ പ്രിയമുള്ളവരേ, അങ്ങനെ വിവാഹം കഴിഞ്ഞു. പിന്നെ അടുത്ത സന്തോഷം കടക്കുകയാണ്. ഹിജ്റയുടെ 3-ാം വർഷം അതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗർഭിണിയാകുകയാണ്, ഒരു ഉമ്മയാകുകയാണ്. ഹസ്സൻ റളിയല്ലാഹു അൻഹുവിനെ പ്രസവിക്കുകയാണ്. ഹിജ്റയുടെ 4-ാം വർഷം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും പ്രസവിക്കുകയാണ്. ഹസ്സനും ഹുസൈനും 1 വയസ്സ് ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ അതാ 2 മക്കളെയും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വീട്ടിലെന്നും പട്ടിണിയാണ്, വീട്ടിലെന്നും ദാരിദ്ര്യമാണ്, വീട്ടിലെന്നും പട്ടിണിയും ദാരിദ്ര്യം തന്നെയാണ്. അലിയാർ തങ്ങൾ അവിടെ നിന്ന് ഫാത്തിമാനോട് പറഞ്ഞു, എത്ര ഫാത്തിമ, നമുക്കൊന്ന് വീട് മാറിയിരുന്നാലോ ഫാത്തിമ? ഇവിടെ ഞാനും നീയും എല്ലാം നമ്മുടെ മക്കളുമെല്ലാം പട്ടിണി കിടക്കുന്നത് എന്റെ ഉമ്മയും എന്റെ വാപ്പൊക്കെ കാണുമ്പോ അവർക്കും ഒരു പ്രയാസമാണല്ലോ, അവർക്കും ഒരു സങ്കടമാണല്ലോ ഫാത്തിമ. അതുകൊണ്ട് നമുക്കൊരു വീട് മാറിയാലോ ഫാത്തിമ? അലിയേ, ഇതാണ് ഉമ്മ
യഥാർത്ഥത്തിലുള്ള ഭാര്യ ഇവരെയാണ് ഉമ്മമാരെ നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത്. ഭർത്താവിന്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് അവിടുന്ന് ഫാത്തിമ ബീബി പറയുകയാണ്, അല്ലയോ അലിയേ, ഇപ്പോൾ നമുക്ക് വേറെ വീടിലേക്ക് ഇരിക്കാനുള്ള സാമ്പത്തികമായിട്ടൊരു പ്രയാസമുണ്ടല്ലോ, നമുക്ക് വേറെ വീട് വെക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു വീടിരിക്കാനോ വാടകയ്ക്ക് പോവാനോ അങ്ങയുടെ കയ്യില് പൈസ ഇല്ലല്ലോ, സാമ്പത്തികമായില്ലല്ലോ, അതുകൊണ്ട് പോകണോ അലിയേ, അതുകൊണ്ട് പോവണോ അലിയേ? ഇതാണോ വാപ്പാ, ഇതാണോ ഉമ്മമാരെ യഥാർത്ഥ ഭാര്യ? ഭർത്താവിന്റെ സാഹചര്യം മനസ്സിലാക്കി പെരുമാറിയവൾ. നമ്മളെ ഭർത്താവിന് പ്രയാസം വരുമ്പോഴും അപ്പോഴും നമ്മൾ പറയാണ്, മാസത്തിൽ എല്ലാ മാസവും എനിക്ക് ഇന്ന ഡ്രസ്സ് വേണമെന്ന്, അല്ലെങ്കിൽ ഇന്ന മോഡലുള്ള ഫർദ വേണമെന്ന് നമ്മൾ പറയുമല്ലോ. എന്നാൽ അലിയാര് തങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി ജീവിച്ചൊരു പെണ്ണാണ്, ഭാര്യയാണ് മഹദി ഫാത്തിമ. വളരെ ചുരുക്കിക്കൊണ്ട് ഞാൻ സമയം കളയുന്നില്ല, ചുരുക്കിക്കൊണ്ട് വീണ്ടും എന്റെ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ അതാ അലിയാര് തങ്ങൾ അവിടെ ഇത് പറഞ്ഞപ്പോ അലിയാര് തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അത്ര ഫാത്തിമ, എന്നാ നമുക്ക് വീടില്ലല്ലോ, എന്നാ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാകുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാൻ, ആ സ്വഹാബിക്ക് 2 വീടുണ്ടത്രേ ഫാത്തിമ. മുത്തു റസൂലുള്ളാഹിയുടെ കൂട്ടുകാരനാണല്ലോ, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണല്ലോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അതുകൊണ്ട് ഹാരിസത്ത് ബിൻ നുഅ്മാന്റെ വീട് ചോദിക്കുവോ ഫാത്തിമ? നേരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അലിയാര് തങ്ങൾ പറഞ്ഞു, നമുക്ക് മുത്ത് റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോയാലോ, റസൂലുള്ളാഹിന്റെ കൂട്ടുകാരനാണല്ലോ ഹാരിസത്ത് ബിൻ നുഅ്മാൻ. അങ്ങനെ ഫാത്തിമ ബീബി പറഞ്ഞു, വേണ്ട അലിയേ, വേണ്ട അലിയേ. ഫാത്തിമ ബീബി എന്നിട്ട് അവസാനം സമ്മതിച്ചിട്ടു നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നിട്ടു അല്ലാഹുവിന്റെ ഹബീബ് അവിടെന്ന് പറയുന്നു, മർഹബൻ ബി ഇബ്നതിഹി, മക്കളെ സ്വാഗതം, മക്കളെ വരൂ മക്കളെ. തന്റെ പിതാവാകുന്ന ഫാത്തിമ ബീബിയുടെ ഉപ്പയാകുന്ന ഉപ്പച്ചിയാകുന്ന റസൂൽ എന്ന് പറയുന്നു, വരൂ മക്കളെ വരൂ, വീട്ടിലേക്ക് വരൂ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് വന്നിട്ടു ഫാത്തിമ ബീബി അവിടെന്നതാ, ഇദാ ദഖലത് അലൈഹി ഫാത്തിമ, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുടെ ചാരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. കാമ ഇലൈഹാ, ഫാത്തിമ ബീബി ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് കണ്ടപ്പോ തന്നെ കാമ ഇലൈഹാ, അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാ. ഏത് പിതാവാണ് തന്റെ മോളെ ഇത്രത്തോളം കെയറിങ് ചെയ്തത്? ഏത് പിതാവാണ് തന്റെ മോളെ ഇത്രത്തോളം ആദരിച്ചത്? ഏത് പിതാവാണ് ഇത്രത്തോളം മോളെ ബഹുമാനിച്ചത്? തന്റെ മോളെ കണ്ടപ്പോ തന്റെ വാപ്പയാകുന്ന ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ടോ വഖബ്ബലഹാ ബൈന ഐനൈഹാ, ഫാത്തിമ ബീബിയുടെ നെറ്റിത്തടത്തിൽ ഒരു ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് ഫാത്തിമാനോട് ചോദിച്ചു, ഫാത്തിമ, ഉപ്പച്ചിയുടെ മോൾ എന്തേ ഇങ്ങ് പോന്ന് ഫാത്തിമ? അവിടെ നിന്ന് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ വീടിത്തെ ദാരിദ്ര്യങ്ങളെല്ലാം അറിയുമല്ലോ, മർമ്മപ്രധാനമായ ചില വിഷയമെല്ലാം കട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് ഹബീബേ, നബിയേ, ഞങ്ങളുടെ വീട്ടിലത്തെ അവസ്ഥക്ക് അങ്ങായിക്ക് അറിയുമല്ലോ,
ദാരിദ്ര്യാണെന്നറിയല്ലോ, എന്നും പട്ടിണിയാണ് നബിയെ. ഞാനും പട്ടിണിയാണ്, അലിയും പട്ടിണിയാണ്, മക്കളൊക്കെ പട്ടിണിയാണ്. ഇത് കണ്ട് അലിയാര് തങ്ങളുടെ മാതാപിതാക്കൾ ഇത് കാണുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എത്ര പട്ടിണി കിടന്നാലും അൽഹംദുലില്ലാ ഞങ്ങൾക്ക് റാഹത്താണ് നബിയെ. പക്ഷെ അവർക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ, സ്വന്തം മരുമകളും സ്വന്തം മോനും പേരക്കുട്ടികളും പട്ടിണി കിടക്കുന്നത് കാണുമ്പോ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ ഹബീബേ. അതുകൊണ്ടൊരു വീട് കിട്ടിയാ തിരക്കടില്ലായിരുന്നു. അങ്ങയുടെ സ്വഹാബിയാകുന്ന, അങ്ങയുടെ കൂട്ടുകാരനാകുന്ന ഹാരിസത്ത് ബിൻ നുഅ്മാനിന് 2 വീടുണ്ട് എന്ന് പറഞ്ഞു നബിയെ. അതിലൊരു വീട് എനിക്ക് തരുവോ എന്നങ്ങ് ചോദിക്കുവോ ഹബീബേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവിടുന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു അത്രേ, ഫാത്തിമ ഇത്ര കാലത്തോളം അന്തസ്സായിട്ട് വാപ്പ നിന്നെ വിവാഹം ചെയ്ത് പറഞ്ഞൊഴിച്ചു. നിന്നെ ഇത്ര കൊല്ലം വാപ്പ വളർത്തി വലുതാക്കിയില്ലേ മോളെ? അതുകൊണ്ട് ഫാത്തിമ ഉപ്പ ഇന്നേ വരെ ആരുടെ മുമ്പിലേക്ക് പോയിട്ടും യാചിച്ചിട്ടില്ല മോളെ. അതുകൊണ്ട് ഹാരിസത്ത് ബിൻ നുഅ്മാന്റെ മുമ്പിലേക്ക് പോയിട്ട് ഉപ്പാക്ക് അങ്ങനെ പറയാൻ കഴിയത്തില്ല ഫാത്തിമ. ഫാത്തിമ ബീബി തങ്ങൾ പറഞ്ഞപ്പോ റസൂലുള്ളാഹിയുടെ മുഖം തന്നെ ആകെ സങ്കടം വരികയാണ്. പെട്ടെന്ന് തന്നെ ആ പുഞ്ചിരിച്ച മുഖം അങ്ങ് മാറുകയാണ്, സന്തോഷത്തിന്റെ മുഖം അങ്ങ് മാറുകയാണ്. ഫാത്തിമ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതൊരു സഹാബി കേൾക്കുകയാണ്. നേരെ ഹാരിസത്ത് ബിൻ നുഅ്മാന്റെ ചാരത്തേക്ക് പോയിട്ട് റസൂലുള്ളാഹിന്റെ മോളെ ഇന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹാരിസേ, നിന്റെ ഒരു വീട് ഫാത്തിമാക്ക് കൊടുക്കുവോ? ഹാരിസത്ത് ബിൻ നുഅ്മാൻ നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങ് ചോദിച്ചാ ഞാൻ എന്റെ 2 വീടും തരുമല്ലോ നബിയേ. ഫാത്തിമാക്ക് ഇഷ്ടപ്പെട്ട വീട് ഏതാണെങ്കിലും അത് എടുത്തോട്ടെ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് വേഗം അങ്ങ് ഓടിപ്പോകുകയാണ് ഫാത്തിമ അടുത്തേക്ക്. ഫാത്തിമ വീട്ടിലേക്ക് എത്തിയിട്ടില്ലോ. ഫാത്തിമാനോട് പറയുന്നു, ഫാത്തിമ ഒരു സന്തോഷമുണ്ട് ഫാത്തിമ, അല്ലാഹു നിനക്കൊരു സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഹാരിസത്ത് ബിൻ നുഅ്മാനിന്റെ ഒരു വീട് നിനക്കായി നൽകിയിട്ടുണ്ട് ഫാത്തിമ. ഫാത്തിമ ബീവി സന്തോഷിക്കുകയാണ്. അങ്ങനെ അതാ ആ വീട്ടിലേക്ക് ചെന്നപ്പോ ആ വീട്ടിലൊരു കട്ടിലില്ല, ആ വീട്ടിലൊരു പാത്രവുമില്ല. അങ്ങനെ ആ വീട് അങ്ങ് കുടിയിരിക്കുകയാണ്. തന്റെ പിതാവാകുന്ന ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമയുടെ വീട് കുടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് കുറച്ച് പാത്രങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ്, ഒരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കുകയാണ്. അവിടെ കിടക്കാൻ ഒരു കട്ടിലില്ലല്ലോ, കഴിക്കാൻ പാത്രങ്ങളില്ലല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഇത്രത്തോളം നല്ലൊരു പിതാവിനെ എവിടെ നിന്ന് കിട്ടും മുഅ്മിനീങ്ങളോ? ഇത്രത്തോളം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത് ലോകത്തിന്റെ നേതാവാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. തന്റെ മോളാകുന്ന ഫാത്തിമാക്ക് കട്ടില് വാങ്ങിച്ചു കൊടുക്കുകയാണ്, പാത്രങ്ങൾ മേടിച്ചു കൊടുക്കുകയാണ്, വെള്ളപാത്രങ്ങളെല്ലാം ഇങ്ങനെ മേടിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മാവ് കുഴയ്ക്കാൻ വേണ്ടി ഒരു ആസുകല്ല് മേടിച്ചു കൊടുക്കുകയാണ്. എന്താണ് ഈ ഒരു ആസുകല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മിക്കല്ല് പോലെയുള്ള പണ്ട് കാലത്ത് ഉമ്മമാരിങ്ങനെ ആട്ടുന്നൊരു കല്ലുണ്ടല്ലോ, അതായ ഒരു കല്ല് മേടിച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്നതാ
ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയതാ വീടിരിക്കുകയാണ്. ചുരുക്കിച്ചിട്ട് വിഷയത്തെ വളരെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. ഫാത്തിമ ബീബി വീടിരിക്കുകയാണ്. അലിയാർ തങ്ങളോട് ഫാത്തിമ മടർന്നു പറഞ്ഞു, അത്ര അലിയേ, കുറച്ച് മാവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ റൊട്ടി ഉണ്ടാക്കി തരാമല്ലോ അലിയേ. ആ റൊട്ടി അങ്ങ് കമ്പോളത്തിലേക്ക് പോയിട്ട് വിൽക്കാമല്ലോ അലിയേ. ഉപജീവനമായിട്ട് നമുക്ക് കഴിയാമല്ലോ അലിയേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, വീട്ടിൽ വ്യവസായം നടത്തിയത്, വീട്ടിൽ പലഹാരം ഉണ്ടാക്കിയിട്ട് ആദ്യമായി വിട്ടൊരു വനിതയുണ്ടെങ്കിലോ അത് മഹദി ഫാത്തിമ. അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ, ഇന്ന് രാത്രി അങ്ങ് കടന്നു വരുമ്പോ അലിയേ, അലിയേ, കുറച്ച് മാവ് കൊണ്ടുവരണം അലിയേ. സയ്യിദുനാ അലിയാർ തങ്ങളതാ മാവ് മേടിച്ചു കൊണ്ടുവരികയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയൂ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മോനോ നമ്മൾക്ക് ജനിച്ചു കഴിയുമ്പോഴേക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞ് വേണ്ട എന്ന് വെക്കുന്നവരുണ്ടല്ലോ, അബോർഷൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ ഒന്നാമത്തെ കുഞ്ഞാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചിട്ട് ഒരു വർഷം തികയുമ്പോഴാണ് മഹാനാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അതുകൊണ്ട് ഇവിടത്തേക്കും അവിടത്തേക്കും രണ്ട് തൊട്ടിലിങ്ങനെ കെട്ടുകയാണ്. ആ രണ്ട് തൊട്ടിലിങ്ങനെ കെട്ടിയിട്ട് രണ്ട് കയറിങ്ങനെ യോജിപ്പിച്ചിട്ട് ആ കയറ് നേരെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കാലിന്റെ ഈ തള്ളവിരലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ്. എന്തിനെന്നറിയുവോ ഉമ്മമാരോ, അതാ ഒരു കൈ കൊണ്ട് ആസുകല്ലിങ്ങനെ ഉണ്ടാക്കുകയാണ്, ആട്ടുകല്ലിങ്ങനെ ആട്ടുകയാണ്, മാവ് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് അതാ ഒരു കൈ കൊണ്ടതാ റൊട്ടി ഉണ്ടാക്കുകയാണ്. കാലുകൊണ്ടതാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ആകുന്ന ചെറിയ രണ്ട് പൈതങ്ങളുണ്ടല്ലോ, ആ രണ്ട് പൈതങ്ങളെ കാലുകൊണ്ട് ഇങ്ങനെ തൊട്ടിലിങ്ങനെ ആട്ടുകയാണ്. അങ്ങനെ ജീവിച്ച വ്യക്തിയാണ് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ, അവരുടെ ജീവിതം പഠിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ചുരുക്കുകയാണേ പ്രിയമുള്ളവരെ, അങ്ങനെയതാ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കുടിൽ വ്യവസായം ചെയ്യുകയാണ്. ഭർത്താവിനോട് വല്ലാത്ത സ്നേഹമാണ് ഫാത്തിമക്കു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു വയസ്സേ ഉള്ളൂ. അതാ അവിടുന്ന് പ്രിയമുള്ളവരെ ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. എന്നിട്ടതാ ഒരു ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അലിയാർ തങ്ങളും അതുപോലെ തന്നെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയും ഇങ്ങനെ വഴക്കിടുകയാണ്. അങ്ങോട്ടും ഇങ്ങനെ വഴക്കിടാ. ദാമ്പത്തിക ജീവിതമാകുമ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കേട്ട് വരികയാണ്. ആ സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അത്രേ, അല്ല ഫാത്തിമ, എന്റെ ഒരു ഒച്ചപ്പാട് കേട്ടതു, എന്തേ നിങ്ങളെ വഴക്കിടുന്ന വിഷയം എന്താണ്? ആ സമയത്ത് ഫാത്തിമ ബീബി അവിടെ നിന്ന് പറഞ്ഞു, അത്രേ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ മരുമകനാകുന്ന അലി എന്നോട് പറയുകയാണ്, അന അഹബ്ബു ഇലയ്യ റസൂലില്ലാഹ്, അന അഹബ്ബു ഇലാഹ റസൂലില്ലാഹ്. എന്റെ ഹബീബിന് ഫാത്തിമ നിന്നെക്കാൾ ഇഷ്ടം എന്നെയാണെന്ന് പറയുകയാണ്. ഭർത്താവ് തന്റെ ഭാര്യയോട് പറയുകയാണ്, അമ്മൂസയാകുന്ന അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ, ആ ഹബീബിന് ഫാത്തിമ മോളാകുന്ന നിന്നെക്കാൾ ഇഷ്ടം മരുമകനാകുന്ന എന്നെയാണെന്ന് അവിടെന്ന് പറയവേ
റസൂലുള്ളാഹി തങ്ങൾ നോക്കിയേ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആകുന്ന ഹബീബ് അവിടുന്നു ആ തർക്കത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണ്. അന്തി അഹബ്ബു ഇലയ്യ ഫാത്തിമ, വാപ്പക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടെന്നറിയൂ? ഫാത്തിമ, അത് നിന്നോടാണ് നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഫാത്തിമ വഹുവ അക്റമു ഇൻദി മിൻക, എന്റെ അടുത്തൽ നിന്നെക്കാൾ ബഹുമാനനാരെന്നറിയുവോ? അത് സയ്യിദുനാ അലിയാർ തങ്ങളാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം ഇങ്ങനെ ഫാത്തിമ ബീബിയും അലിയാർ തങ്ങളും വീട്ടിൽ ഇങ്ങനെ കഴിയവേ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അലിയാർ തങ്ങളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഫഖാലത്ത് ഖൗല, ഫാത്തിമ ബീബി ഒരു വാക്ക് ഇങ്ങനെ പറയുകയാണ്, തമാശക്ക് പറഞ്ഞതാണ്. നമ്മുടെ ഭർത്താക്കന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചില തമാശകൾ പറയുന്നതോട് ഫാത്തിമ ബീബി അലിയാർ തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് അലിയാർ തങ്ങളോടൊരു വാക്ക് പറയുമ്പോ അലിയാർ തങ്ങൾക്കത് വല്ലാത്ത ഫീൽ ചെയ്യുകയാണ്. അലിയാർ തങ്ങൾക്കത് വല്ലാത്ത ഫീലിംഗ് ആകുകയാണ്, വല്ലാത്ത സങ്കടമാകുകയാണ്. ദേഷ്യപ്പെട്ടു പോയി, ഫാത്തിമയോട് ദേഷ്യപ്പെട്ടു പോയി. ആ സമയത്തുണ്ടല്ലോ ഭർത്താവിനെ പേടിച്ച് ജീവിക്കുന്ന പെണ്ണോ, ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട്, ഭർത്താവിനെ ധിക്കരിക്കാതെ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലോ. അതാ ഫാത്തിമാക്ക് ഉറക്കം വരുന്നില്ല. ഫാത്തിമ ബീബി അലിയാർ തങ്ങളുടെ മുമ്പിലേക്ക് ഓടി ചെല്ലുകയാണ്. ഓടി ചെന്നിട്ടോ അലിയാർ തങ്ങളോട് പറയുന്നു, അലിയേ അലിയേ, ഈ ഫാത്തിമാക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. അലിയാർ തങ്ങളുണ്ടല്ലോ, അലിയാർ തങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അലിയാർ തങ്ങളുടെ ചുറ്റും ഇങ്ങനെ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ 80 പ്രാവശ്യം ഇങ്ങനെ ചുറ്റുകയാണ്. ചുറ്റിക്കൊണ്ട് അലിയാർ തങ്ങളോട് ചോദിക്കുന്നു, അലിയേ ഈ ഫാത്തിമാക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. ഇത് കേവലം നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് കിതാബുകളിൽ ഉള്ളതാണ്. ഹാദിഹി ഹിയ ഫാത്തിമത്തു സഹ്റാ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ഫാത്തിമ ബീബിയുടെ സ്റ്റോറിയുള്ള, ഫാത്തിമ ബീബിയുടെ ചരിത്രമുള്ള ഒരു കിതാബാണ്. ഹാദിഹി ഹിയ ഫാത്തിമത്തു സുഹ്റാ, ഹാദിഹി ഹിയ ഫാത്തിമത്തു സഹ്റാ. 300 പേജോളം ഉൾക്കൊള്ളുന്ന കിതാബാണ്. അതിൽ വെറും 100 പേജ് വളരെ വളരെ ചുരുക്കിക്കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് അലിയാർ തങ്ങളുടെ മുമ്പിലേക്ക് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പറയുന്നു, അലിയേ ഈ ഫാത്തിമാക്ക് പൊരുത്തപ്പെട്ട് തരണേ അലിയേ. പൊരുത്തപ്പെട്ടു കൊടുക്കാണ്. അല്ലാഹുവേ ഫാത്തിമയുടെ വഫാത്ത് കൂടി പറഞ്ഞിട്ടേ ഇൻഷാ അല്ലാഹ് ചുരുക്കി പറയട്ടെ. ഇഷ്ടം പോലെയാണ്. 100 ചുരുക്കിയിട്ടും തികയണില്ല. എവിടെയെങ്കിലും എത്തിക്കണല്ലോ ഇത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെയതാ ഫാത്തിമ ബീവിയുടെ വഫാത്തിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ ഉള്ളിൽ മർമ്മപ്രധാനമായ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതെല്ലാം വെട്ടി ചുരുക്കുകയാണ് സമയമില്ലാത്തത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വഫാത്താകുന്ന സമയത്ത് അലിയാർ തങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അലിയാർ തങ്ങളുടെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി പറയുന്നു, അലിയേ ഈ ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ അലിയേ
പാതിരാത്തോടെ നിശബ്ദതയിൽ ഫാത്തിമാന്റെ ജനാസ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കണേ അലിയേ. അതിനു മുമ്പ് അസ്മാ റളിയല്ലാഹു തആല അൻഹയെ വിളിക്കുകയാണ്. അസ്മാഇനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അസ്മാ, അന്നത്തെ കാലത്തൊക്കെ മരിച്ചു കഴിഞ്ഞ ഒരു തുണി ഇങ്ങനെ പുതച്ചിട്ട് കൊണ്ടുപോവുകയായിരുന്നല്ലോ. ശരീരത്തിന്റെ നീളവും ശരീരത്തിന്റെ വിടവുകളും ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുമല്ലോ. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ദീനിനെ കുറിച്ച് അറിവുള്ള അസ്മാ റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീബി വിളിക്കുകയാണ്. എന്നിട്ട് അസ്മാ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ഞാനെങ്ങാനും മരണപ്പെട്ടു, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും അന്യപുരുഷന്മാര് കാണല്ലേ, അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അസ്മാ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞപ്പോ അസ്മാ പറയുന്നു, ഫാത്തിമ, എത്യോപ്യയിൽ ജനാസ കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയുവോ? അതാ ആളെ കടത്തിയിട്ട് അതൊരു ഭാവി ഇങ്ങനെ മറച്ചിട്ട് ശരീരത്തിന്റെ വിടവുകളോ ശരീരത്തിന്റെ രൂപമോ ശരീരത്തിന്റെ ഭംഗിയോ കാണാത്ത വിധത്തില് നല്ല രൂപത്തിൽ ഇന്ന് നമ്മളെ മയ്യത്ത് കൊണ്ടുപോകുന്ന രൂപത്തില് നല്ല രൂപത്തിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് എത്യോപ്യയില്. അതുപോലെ കൊണ്ടുപോയാൽ മതി എന്ന് നീ പറയണേ ഫാത്തിമ. അലിയായ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വസിയത്ത് ചെയ്യുകയാണ്. അലിയേ, ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയാ ഫാത്തിമയുടെ ജനാസ അങ്ങ് കുളിപ്പിക്കണേ അലിയേ, ഫാത്തിമക്ക് വേണ്ടി അങ്ങ് നിസ്കരിക്കണേ അലിയേ, ഫാത്തിമയുടെ ജനാസ അങ്ങ് കുളിപ്പിക്കണം, ഫാത്തിമയുടെ ജനാസ അങ്ങ് കുളിപ്പിക്കണം, ഫാത്തിമയുടെ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്യണമെന്ന് പറയവേ സുബ്ഹാനല്ലാഹ് ചുരുക്കിക്കൊണ്ട് പറയുകയാണ്. ആ വഫാത്തിന്റെ സമയത്ത് 14 വസിയത്തുകൾ ചെയ്തിട്ടുണ്ട്. ആ 14 വസിയത്തുകൾ ഇവിടെ പറയാൻ സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുകയാണ്. അതിലൊരു വസിയത്ത് പറയുകയാണ്, അലിയേ, എന്റെ മക്കളാകുന്ന ഹസൻ ഹുസൈൻ കുഞ്ഞുങ്ങളാണല്ലോ, ചെറിയ പൈതങ്ങളാണല്ലോ. ഞാനെങ്ങാനും നിങ്ങളെ അലിയേ ഹസൻ ഹുസൈൻ ഒരു വികൃതി കാണിച്ച നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ തല്ലുമായിരുന്നല്ലോ. എന്നാ തല്ലുമ്പോ ആ കുട്ടികൾക്ക് സേഫ്റ്റി ആയിട്ട് ഞാൻ നിൽക്കുമായിരുന്നല്ലോ, ഒരു തടസ്സമായിട്ട് തല്ലരുതെന്ന് പറയാൻ ഞാൻ നിൽക്കുമായിരുന്നല്ലോ. ഇനി ഫാത്തിമ മരണപ്പെട്ടു പോയാ ഇനി അവർക്ക് അങ്ങനെ തടവായി നിൽക്കാൻ ആരുമില്ലല്ലോ അലിയോ. അതുകൊണ്ട് ഫാത്തിമ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ വസിയത്ത് ചെയ്യുകയാണ്, എന്റെ മക്കളെ നിങ്ങളെ തല്ലല്ലേ അലിയോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ ഫാത്തിമാന്റെ ജനാസ ഉണ്ടല്ലോ, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാതിരാത്തുടെ നിശബ്ദതയിൽ ഫാത്തിമയുടെ ജനാസ കൊണ്ടുപോകണേ അലിയേ. ഫാത്തിമ ബീബി ലോകത്തോട് വിട വാങ്ങുകയാണ്. ജന്നത്തുൽ ബഖീയിലേക്ക് ഫാത്തിമ ബീബിയുടെ ജനാസ കൊണ്ടുപോകുകയാണ്. ഒരു ഭാഗത്ത് മയ്യത്ത് കട്ടിയുടെ ഒരു ഭാഗത്ത് സയ്യിദുന അലിയാരെ തങ്ങളെ പിടിക്കുകയാണ്, മറുഭാഗത്ത് അബൂദറിൽ ഗഫാരി തങ്ങളെ പിടിക്കുകയാണ്. ചെറിയ കുഞ്ഞുങ്ങളാകുന്ന ഹസൻ ഹുസൈൻ തങ്ങൾ ബാക്കിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറദാ ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് അബൂദറിൽ ഗഫാരി തങ്ങൾ ഒരു വഴല് പറഞ്ഞു കൊടുക്കുകയാണ്. ഖബറിനോടൊരു വഴല് പറഞ്ഞു കൊടുക്കുന്ന ഖബറേ, ഹദ്ദരി മനില്ലത്തി ജിഅനാ ബിഹാ ഇലൈക്. ഖബറേ, നിന്റെ വായ്ക്കകത്ത് ഞങ്ങൾ ഇറക്കി വെക്കുന്ന ജനാസ അത് ആരുടെ ജനാസ എന്നറിയുവോ? ഖബറേ, ഖബറമുണ്ടെന്നില്ല ഉമ്മമാരോ, ഖബറമുണ്ടെന്നില്ല ഉപ്പമാരോ. ഫാത്തിമ ബീവിയുടെ ജനാസ അവിടെ വെച്ചിട്ട് ഇങ്ങനെ അബൂദറിൽ ഗഫാരി തങ്ങളെ പറയുന്നു, ഇതാരുടെ ജനാസ എന്നറിയുവോ? ഹാദാ ബിന്തു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ്
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്കക്കുടമാകുന്ന ഫാത്തിമയുടെ ജനാസയാണ് ഖബറുമുണ്ടെന്നില്ല. വീണ്ടും അബൂദറിൽ ഗഫാർ തങ്ങൾ പറയുന്നു, ഇത് ഫാത്തിമയുടെ ജനാസ, ഫാത്തിമ മുത്ത് റസൂലുള്ളാഹിയുടെ മോളാണെന്ന് മാത്രമല്ല വസൗജത്തു അലി, സയ്യിദുനാ അലിയാർ തങ്ങളുടെ ഭാര്യയും കൂടിയാണ്. ആരാണ് അലിയാർ തങ്ങളെന്ന് നമ്മൾ പഠിച്ചുവല്ലോ. മാത്രമല്ല ഉമ്മു ഹസൻ വൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മയും കൂടിയാണ് ഖബർ. ആ സമയത്ത് ഖബർ അവിടുന്ന് വിളിച്ചു പറയുവോട് ഇവിടെ മുത്തു ഹബീബിന്റെ മോളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ അലിയാർ തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ടോ മുത്ത് റസൂലുള്ളാഹിയുടെ മോളാണെന്ന് പറഞ്ഞിട്ടോ ഹസൻ ഹുസൈനാരുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നല്ല നല്ല അമൽ ചെയ്തിട്ടുണ്ടോ? ഖബറിൽ രക്ഷപ്പെട്ടു പോയി നബി മുഹമ്മദ് മുസ്തഫ. തന്റെ ആദ്യ രാത്രിക്കോലും ഫാത്തിമ പറഞ്ഞതെന്താ? അലിയേ, ഇന്നല്ല നമ്മുടെ ആദ്യ രാത്രി, അത് ഖബറിലെ ആദ്യ രാത്രിയാണ് അലിയേ. അങ്ങനെ പറഞ്ഞ ഫാത്തിമാന്റെ ജനാസയാണ് ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ച അവസ്ഥയാണ് ഇതെങ്കിലും നമ്മൾ എന്ത് അമലും ചെയ്തിട്ടുണ്ടോ ഉമ്മമാര്? നമ്മൾ എന്ത് അമൽ ചെയ്തിട്ടുണ്ടോ ഉപ്പമാര്? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ, സ്വർഗത്തിന്റെ മധ്യതട്ടിൽ 4 പേരുകൾ ഞാൻ കണ്ടുവന്നു. അതിൽപ്പെട്ടൊരു പേര് മഹദി ഫാത്തിമയുടെ പേരാണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഖബറിലേക്ക് വെക്കുമ്പോഴാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഇങ്ങനെ വെക്കുമ്പോഴാണ് പറഞ്ഞത്, ഇത് റസൂലുള്ളാഹിയുടെ മോളാണെന്ന് പറഞ്ഞിട്ടോ, അലിയാർ തങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞിട്ടോ, ഹസൻ ഹുസൈൻ തങ്ങളുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നല്ല നല്ല അമൽ ചെയ്തിട്ടുണ്ടോ? എന്നാൽ ഖബറിൽ രക്ഷപ്പെട്ടു പോയി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ആ ഫാത്തിമ ബീവിയുടെ മദ്ഹ് പറയുന്ന മുത്ത് റസൂലുള്ളാഹിയുടെ മദ്ഹ് പറയുന്ന ഈ സദസ്സ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, അവർ കടക്കുന്ന സ്വർഗത്തിൽ ഞങ്ങളുടെ ഉമ്മമാരെ ഞങ്ങളുടെ ഉപ്പമാരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ റോൾ മോഡലാക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. പിന്നെ ഇത്ര നേരം ഞാൻ എന്തായാലും നിന്നില്ലേ, ഇനി നമ്മളെ തങ്ങളവറുകൾ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം മൈക്കിന്റെ മുമ്പിൽ നിൽക്കട്ടെ. തങ്ങളുടെ അനുവാദത്തോടെ ഞാൻ ഇൻഷാ അല്ലാഹ് തങ്ങളെ ഏൽപ്പിക്കുകയാണ്. കുറച്ചു നേരം ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ വണ്ടിക്ക് ഇങ്ങനെ പെട്രോൾ അടിക്കണ പോലെ എനിക്ക് കുറച്ച് പെട്രോൾ അടിക്കണം, എന്ത് വെള്ളം കുടിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.